ഓക്കെ, അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ തോമസ് ആണ്. ഡോക്ടർ തോമസ് സയന്റിഫിക് മെത്തഡോളജി ഇൻ മെഡിസിൻ, ഇൻ മോഡേൺ മെഡിസിൻ. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അപ്പൊ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ തോമസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഡോക്ടർ തോമസ് ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പ് ഒരു സ്മോൾ സെൽഫ് ഇൻട്രോ. എൻ്റെ പേര് ഡോക്ടർ തോമസ്. ഞാൻ ഇവിടെ പീഡിയാട്രിഷ്യൻ നിയോനേറ്റോളജിസ്റ്റ് ആണ്. ഞാൻ MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ PG പീഡിയാട്രിക്സിൽ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം അവിടെ നിയോനേറ്റോളജിയിൽ ഫെലോഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം അമലയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം സൈമർ ഹോസ്പിറ്റൽ എടപ്പള്ളിയിൽ, അവിടെ നിയോനേറ്റോളജിസ്റ്റ് പീഡിയാട്രിഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അവിടെ ഒരു 10-12 കൊല്ലമായി. ഇത് ഇഷ്ടമുള്ളൊരു ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല സത്യത്തില്, കാരണം ഇത് ഈ സ്റ്റാറ്റിസ്റ്റിക്സും മെത്തഡോളജി ഇതൊക്കെ പണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ വഴിയാണ് ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ സത്യത്തിൽ അതിനുശേഷം MBBS കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കറിയൊക്കെ ചെയ്തത്. പക്ഷെ ടോപ്പിക് ഇപ്പോഴും നല്ല ബോറിംഗ് തന്നെയാണ്. പക്ഷെ ബോറിംഗ് ആണെങ്കിൽ റെലവെന്റ് ആണ്, കാരണം കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എങ്ങനെയാണ് ഈ ഇന്റർപ്രറ്റ് ചെയ്യാണ്ട് എങ്ങനെയാന്ന് അറിയാണ്ട് കുറെ കഷ്ടപ്പെടലും അതൊക്കെ. ഈ ഒരു ടോപ്പിക് മെത്തഡോളജി കുറെ തിയറിനേക്കാളും ഇത് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ടോക്കിൽ നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു എന്നുള്ളത്. നോക്കാം. ഓക്കെ, അപ്പോ നമ്മള് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത് ഒരു 1800s ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. അതുവരെ ഭയങ്കരമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല മെഡിസിൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ജേം തിയറി, ഇങ്ങനെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഇത് കാരണമാണ് അസുഖം ഉണ്ടാവുന്നത്, അങ്ങനെ കുറെ തിയറികൾ വന്നത്, ഇൻസ്ട്രുമെന്റ്സ് കണ്ടുപിടിക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ സോ കോൾഡ് മോഡേൺ മെഡിസിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതില് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ റിസർച്ച് മെത്തഡോളജിയുടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. അതായത് സാധനം കണ്ടുപിടിച്ചു, അത് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് എഫക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ, ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷമാണോ ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ റിസർച്ച് മെത്തഡോളജി വഴിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സാധനം കണ്ടുപിടിക്കുന്നു, ഞാനത് പറയുകയാണ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന്, അത് എൻ്റെ അടുത്ത് വരുന്ന കുറച്ച് പേഷ്യൻസും അവർക്ക് ഫീൽ ചെയ്യാണ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന്. പക്ഷെ ഇതിന്റെ പ്രശ്നങ്ങൾ കാരണം വേറെ കുറെ പേർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നല്ലൊരു സാധനമായിട്ട് ഇതിന്റെ ഇൽ എഫക്ട്സ് പുറത്തറിയാണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെയാണ് ഒരു റിസർച്ച് മെത്തഡോളജിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മെഡിസിൻ ആണെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണെങ്കിലും അങ്ങനെ എന്തൊരു സംഭവമാണെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, മുമ്പേ ഉള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഇട്ട് ഇത് ഓക്കെ ആണോ, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്, ഇതിന്റെ റിസൾട്ട്സ് ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് ഞാൻ സ്റ്റഡി നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എന്താ പറയാ ഒരു ഫെയിംഡ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അസസ് ചെയ്യാവുന്ന, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് കൊടുത്ത് അവരത് സെലക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊരു റിസർച്ച് പേപ്പർ ആവുന്നത്. അപ്പൊ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ടുള്ള സയന്റിഫിക് ഒരു സാധനം പോണേക്കാളും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബൈക്ക് ആക്സിഡന്റും ഹെൽമെറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ഒരു പഠനം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പല രീതിയിൽ ഇത് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റിസർച്ച് മെത്തഡോളജി, സയന്റിഫിക് മെത്തഡ്സ് എന്നൊക്കെ പറയുന്നത് കുറെ ടൈപ്പ് സ്റ്റഡീസ് ഉണ്ട്. റാൻഡമൈസ് കൺട്രോൾ ട്രയൽ, കൊഹോർട്ട്, കേസ് കൺട്രോൾ സ്റ്റഡീസ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ്, അങ്ങനെ പല പേരിലല്ല പല ടൈപ്പ് സ്റ്റഡീസ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്, നമ്മൾ ബൈക്ക് ആക്സിഡന്റ് കാരണം കിടക്കുന്ന 2 പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവരോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് പറ്റിയത്, ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു, അപ്പോ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലേ, അങ്ങനെ ഉള്ള ചെറിയ സംഭവങ്ങൾ ചോദിച്ച് അവരടുത്ത് ജസ്റ്റ് അവരുടെ അടുത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇന്നതൊക്കെ സംഭവിക്കും എന്ന് നമുക്കൊരു ഇൻഫറൻസ് കിട്ടുന്നത് ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിലാണെങ്കിൽ 1-2 പേരുടെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ അതിന് നമ്പർ ഓഫ് പേഷ്യൻസിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ജസ്റ്റ് 2 പേരോട് റാൻഡം ആയിട്ട് നമ്മൾ ചോദിക്കുന്നു, അതിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മളൊരു അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാണ്
ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഇന്ന സ്ഥലത്ത് ബൈക്ക്, അതിൽ ഒരാള് ഇന്ന ജംഗ്ഷനിൽ ഒരു പട്ടി വട്ടം ചാടിയപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറയാണ് ഓക്കെ, ഈ ബൈക്കിൽ പോകുമ്പോൾ പട്ടി വട്ടം ചാടുമ്പോൾ മാത്രമാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്, അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഇൻഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതിന്റെ കൂടുതൽ അയാൾ പറയണത് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തലയടിച്ച് വീണപ്പോൾ കൂടുതൽ പ്രശ്നം പറ്റി. അത് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, പക്ഷെ അത് വേറൊരാളുടെ അടുത്ത് മാത്രം കളക്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസേ വരുന്നുള്ളൂ. അതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്ന സംഭവം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അതിന്റെ ഒരു ടെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കേസിൽ നമ്മൾ മിസ്ലെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? നമ്മൾ പോയിട്ട് ചോദിക്കാണ് ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു, മിസ്ലെഡ് ആവാന്ന് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ടോട്ടലി റോങ് ആയിരിക്കാം. കാരണം ഒരാളുടെ പട്ടി ചാടുന്നോണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് നോക്കി നമ്മൾ പറയേണ്ടി വരും. അതെ, പറയേണ്ടി വരും. നമുക്ക് അതിൽ നിന്നൊരു വലിയൊരു കൺക്ലൂഷൻ ഒന്നും നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡി. നമ്മൾ ഒരു ദിവസം എറണാകുളത്തുള്ള എല്ലാ കാഷ്വാലിറ്റിയിലും നിന്നിട്ട് ബൈക്ക് ആക്സിഡന്റിൽ വരുന്നവരുടെ എല്ലാവരുടെ അടുത്തു നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യാണ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനേക്കാളും കുറച്ചും കൂടി റെലവൻസ് ഉണ്ട്. കാരണം നമ്മൾ കുറേയും കൂടി ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാണ്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട്, ഇത്ര നേരം കൊണ്ട് നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ, നമ്മൾ അന്നത്തെ ദിവസത്തെ ഫുൾ സംഭവം എടുക്കുന്നില്ല, ഇത്ര മണിയുടെ ഇടയിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം ലിമിറ്റിലുള്ള സമയത്ത് പല സ്ഥലത്ത് പോയിട്ട് ഡേറ്റ ഒരേ സമയത്ത് കളക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നു, നമ്മളൊന്ന് ജസ്റ്റ് നോക്കുന്നു. അതാണ് നമ്മളൊരു ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ക്വാളിറ്റേറ്റീവിനേക്കാളും ഒരുപാട് ഇരട്ടി ആൾക്കാരുടെ അടുത്തു നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. സ്പീഡിനെ പറ്റി ചോദിക്കാം, മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്, ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ ഇല്ലേ, സിഗ്നല്, വേറെ വണ്ടികളുടെ ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കുറേയും കൂടി എന്താ പറയാ, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്. അപ്പൊ അയാൾ മൂഡിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അയാളുടെ ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്നത്. അപ്പൊ അയാൾ അപ്പൊ പറയുന്നതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് പോരേണ്ടി വരും. അതാണ് ഈ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസിന്റെ ഒരു പ്രശ്നം. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മളുടെ അത്യാവശ്യം ഡേറ്റ കളക്ട് ചെയ്ത് തിരിച്ചു പോരാം. പിന്നെ അതാണ് ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ പലരും ഇപ്പൊ അനുഭവങ്ങൾ പറയുമ്പോൾ ആക്ച്വലി കുറെ കൂടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ്. എന്റെ പരിചയത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം, അയാൾക്ക് അവിടെ പോയപ്പോൾ അസുഖം മാറി. അത് അയാളുടെ ഒരാളുടെ മാത്രം ഉള്ള ഒരു അനുഭവം മാത്രം വെച്ചിട്ട് അത് നമുക്ക് ഒരിക്കലും സയന്റിഫിക് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്ന കുറച്ച് പേരെ വട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു ദിവസം വിളിച്ചിരുത്തി നമ്മൾ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി റെലവൻസ് ഉണ്ട്. കാരണം അതേ അസുഖമുള്ള അല്ലെങ്കിൽ ആ ബൈക്ക് ആക്സിഡന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് പേരോട് നമ്മൾ ഒരേ ദിവസം സംസാരിക്കുകയാണ്, ഡേറ്റ കളക്ട് ചെയ്യണം. അത് ഒരു മറ്റേ ക്വാളിറ്റേറ്റീവ്, എന്റെ അമ്മാവന്റെ മോന് പറ്റിയതിനേക്കാളും കൂടുതൽ റെലവൻസ് ഉണ്ട്. കുറച്ചധികം ആളുടെ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും. അതിനെ നമ്മൾ ക്രോസ് സെക്ഷൻ സ്റ്റഡി എന്ന് പറയും. പിന്നെ വരുന്നത് നമുക്കൊരു കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കേസ് കൺട്രോൾ സ്റ്റഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബൈക്ക് ആക്സിഡന്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കളക്ട് ചെയ്യാണ്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ്. അതിൽ പക്ഷെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായവരും ഹെൽമെറ്റ് വെക്കാണ്ട് ആക്സിഡന്റ് ഉണ്ടായവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യാണ് എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഹെൽമെറ്റ് വെച്ചത് നമ്മൾ കേസ് ആയിട്ട് എടുക്കുന്നു, ഹെൽമെറ്റ് വെക്കാണ്ട് ഉണ്ടായത് കൺട്രോൾ ആയിട്ട് എടുക്കുന്നു. ഇത് വെറുതെ റാൻഡം ആയിട്ടൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, എല്ലാവർക്കും കോമൺ ആയിട്ട് കാണാവുന്ന അറിയാവുന്ന ഒരു സാധനമായിട്ട് പറയുന്നേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ ഹെൽമെറ്റ് വെക്കാണ്ട് വീണപ്പോഴും കാര്യമായിട്ട് അപകടം പറ്റാത്ത ഒരാളുണ്ടാകാം, ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമായിട്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ടായ ഒരാളുണ്ടാകാം. പക്ഷെ നമ്മൾ വലിയൊരു നമ്പറിലേക്ക് നോക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നവർക്ക് അപകട സാധ്യതകൾ കുറവായിരിക്കും എന്നൊരു ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അതിന് ശരിക്കും ഒരു ബയസ് എന്ന് പറയാം. കാരണം നമ്മൾ അസ്യൂം ചെയ്യാണ് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, അത് നമ്മൾ സ്റ്റഡിക്ക് മുമ്പേ നമ്മൾ അങ്ങ് തീരുമാനിക്കണം. അതിന് നമ്മൾ സ്റ്റഡിയിൽ ബയസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ അത് ബയസ് ആണെങ്കിലും ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റഡി, ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ
നമുക്ക് കിട്ടുന്ന ഇൻഫറൻസിൽ നിന്ന് കുറച്ചും കൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഒരാളുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു 10 പേരുടെ അനുഭവത്തിൽ നിന്നും കുറച്ചും കൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്ന സാധനമാണ്. അത് കുറേ കൂടി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷെ അതിന് കുറേ കൂടി റെലവൻസ് ഉണ്ട്. അതായത് നമ്മൾ ബൈക്ക് ഷോറൂമുകളിൽ പോയിട്ട് ബൈക്ക് വാങ്ങിച്ച എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യാണ്. എന്നിട്ട് അതിൽ എത്ര പേര് ഹെൽമെറ്റ് വാങ്ങിച്ചു എന്നും എത്ര പേര് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ വെറുതെ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുറകെ അവരുടെ എല്ലാ ഡീറ്റെയിൽസ്, അവർക്ക് ആക്സിഡന്റ് പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ, ഒരു 10 കൊല്ലം കഴിയും ഇവരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഇതിനിടയിൽ എത്ര പ്രാവശ്യം എത്ര പേർക്ക് ആക്സിഡന്റ് പറ്റി, എത്ര പ്രാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി, എത്ര പേര് ആക്സിഡന്റിൽ മരിച്ചുപോയി, അത് മരിച്ചു പോയവരിൽ എത്ര പേര് ഹെൽമെറ്റ് യൂസ് ചെയ്തിരുന്നു ഇല്ലാതിരുന്നിരുന്നു, അങ്ങനെ കുറെ കാലത്തെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു കൊഹോർട്ടിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഇൻഫറൻസ്. ഈ സ്റ്റഡികളൊക്കെ ഒബ്സർവേഷൻ സ്റ്റഡീസ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യുന്നില്ല. ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നു, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഒബ്സർവേഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതിന് നമ്മൾ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയും. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിൽ പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിലാണ് തുടങ്ങിയത്. അതായത് നമ്മൾ ജസ്റ്റ് പോയിട്ട് ചോദിക്കാണ് ആൾക്കാർക്ക്. ചിലപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം എന്റെ അമ്മാവന്റെ മോൻ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ആക്സിഡന്റ് ആയിട്ട് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, അങ്ങനത്തെ സ്റ്റോറീസ് എല്ലാം കിട്ടും ഓരോ ആൾക്കാരടുത്ത് ചോദിക്കുമ്പോൾ. പക്ഷെ അതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എന്നാണ്. അങ്ങനെ ഓരോ ആൾക്കാരടുത്ത് ചോദിക്കുന്നു. ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പം ഒറ്റയടിക്ക് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ആക്സിഡന്റ് ആയ എല്ലാ ആൾക്കാരും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്, അത് ഒരുതരം ഇത് ക്രോസ് സെക്ഷണൽ സ്റ്റഡി. പിന്നെ പറഞ്ഞത് കേസ് കൺട്രോൾ ആയിരുന്നു അല്ലേ? അപ്പം നമ്മള് എങ്ങനെയായിരുന്നു എടുത്തത്? കേസും കൺട്രോളും 2 ഗ്രൂപ്പായിട്ട് തിരിക്കുകയായിരുന്നു അല്ലെ? ഹെൽമെറ്റ് ഇട്ടവരും ഹെൽമെറ്റ് വെച്ചവരും വെക്കാത്തവരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യുന്നു. അപ്പൊ നമ്മൾ 2 ഗ്രൂപ്പാണ്, ഹെൽമെറ്റ് വെച്ചവരും വെക്കാത്തവരും. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് അവരിൽ എത്ര ആൾക്കാർക്കാണ് ഈ ഡാമേജ് പറ്റിയതിന് ശേഷം, ആക്സിഡന്റിന് ശേഷം നമ്മൾ നോക്കുകയാണ് എത്ര ആൾക്കാർ ഹെൽമെറ്റ് ഇട്ടിരുന്നു, എത്ര ആൾക്കാർ ഹെൽമെറ്റ് ഇട്ടിരുന്നില്ല എന്നുള്ള ഡേറ്റ നമ്മൾ അന്നേരം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അനലൈസ് ചെയ്യുന്നതായിരുന്നു കേസ് കൺട്രോൾ അല്ലേ? അതെ. കോഹോർട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഹെൽമെറ്റ് ഇട്ട കുറെ ആൾക്കാരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൊല്ലത്തേക്ക് ആക്സിഡന്റ് ആവുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നു. അതിൽ ഹെൽമെറ്റ് ഉള്ളവരുണ്ട്, ഹെൽമെറ്റ് ഇല്ലാത്തവരുണ്ട്. എന്നിട്ട് ഇതിലെ ഇവർക്ക് എന്തൊക്കെ പറ്റുന്നു എന്നുള്ളത് വെറുതെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡാറ്റ അവസാനം അതിൽ നിന്ന് 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസിൽ നിന്ന് നമ്മൾ പറയുകയാണ് ഓക്കെ ഹെൽമെറ്റ് വെച്ചാൽ നല്ലതായിരുന്നു, ഹെൽമെറ്റ് വെക്കാത്ത ഗ്രൂപ്പിൽ ഇത്ര പേര് മരിച്ചുപോയി, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി വന്നു, മറ്റേതിൽ ഈ ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് എന്നുള്ള ഇൻഫറൻസ് നമുക്ക് എത്തുന്നത് 10-20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഇതിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒബ്സർവേഷൻ സ്റ്റഡീസ് ആണ്. നമ്മൾ വെറുതെ നിന്ന് മാറി നിന്ന് ഒബ്സർവ് ചെയ്യണം. നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും അതായത് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആണ്. പക്ഷെ നമ്മൾ മറ്റേ ഗ്രൂപ്പിനോട് പോയി പറയില്ല ഹെൽമെറ്റ് വെച്ചോട്ടോ. നമ്മൾ ആർക്കും ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കുന്നില്ല. നമ്മൾ ആർക്കും ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നതാണ് ഈ പറയുന്ന ഇതൊക്കെ ഒബ്സർവേഷൻ സ്റ്റഡീസ് ആണ്. ഇനി പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അതില് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഗ്രൂപ്പിനെ നേരത്തെ പറഞ്ഞ പോലെ 2 ഗ്രൂപ്പ് ആക്കുന്നത്, 2 ഗ്രൂപ്പ് എന്നല്ല 3-4 ഗ്രൂപ്പൊക്കെ ആക്കാൻ പറ്റും. അതിന് കുറേം കൂടി റിലയബിലിറ്റി ഉണ്ട്. അതായത് വെറുതെ ഒരാളുടെ അടുത്ത് നിന്നുള്ള അനുഭവത്തിനേക്കാളും ഒരുപാട് റിലയബിലിറ്റി ഉണ്ട് നമ്മൾ 2-3 ഗ്രൂപ്പിൽ. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കാത്തവരുണ്ട്, ഹെൽമെറ്റ് വെക്കുന്നവരുണ്ട്, അതുപോലെ മറ്റ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഗ്ലൗസ്, നീ ക്യാപ്പ്, ഹെൽമെറ്റിന്റെ കൂടെ യൂസ്, അങ്ങനെ എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇവരെ തിരിച്ച് ആക്ച്വലി ഇത് അവര് വാങ്ങിക്കുകയല്ല, നമ്മൾ അവരോട് പറയുകയാണ്. ഇവര് ബൈക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് ഓരോ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ബൈക്ക് വാങ്ങിക്കുന്ന ആൾക്കാരുടെ പേര് നമ്മൾ 4 ഗ്രൂപ്പിലായിട്ട് എഴുതിയിട്ടു. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, 3, ഗ്രൂപ്പ് 4. അതിൽ ഒരു ഗ്രൂപ്പില് ഒന്നുമില്ല,
പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒന്നുമില്ല. ഒരു ഗ്രൂപ്പിൽ ഹെൽമെറ്റ് മാത്രം, ഒരു ഗ്രൂപ്പിൽ ഹെൽമെറ്റും ഗ്ലൗസും, മറ്റേ ഗ്രൂപ്പിൽ ഹെൽമെറ്റും ഗ്ലൗസും നീ ക്യാപ്പും. ഇതില് ഏത് ഗ്രൂപ്പിലാണ് ഇവർ വരുന്നതെന്നുള്ളത് നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് വരുമ്പോ ഇവന് ഏത് നമ്പറാണോ കിട്ടുന്നത് അതിലുള്ള സാധനങ്ങൾ ഇവൻ വാങ്ങിക്കുന്നു. ഇവൻ അതിട്ടിട്ടാണ് ഇവൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ കൊഹോട്ടിൽ ചെയ്ത പോലെ ഇവരെ ഫോളോ അപ്പ് ചെയ്ത് 10 കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് ഉണ്ടാവണം. 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണോ നമ്മൾ വിചാരിക്കുന്നത് അത്രയും കാലം കഴിയുമ്പോൾ നമ്മൾ ഇവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് നമ്മൾ ചെയ്ത ഇന്റർവെൻഷൻ. നമ്മൾ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പൊ ഹെൽമെറ്റിന്റെ കാര്യത്തിൽ നമുക്കത് പറ്റില്ല. ഇപ്പൊ മരുന്നിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡഡ് ആയിരിക്കും. അതായത് ഒരു പേഷ്യന്റ് ഏത് ഗ്രൂപ്പിൽ വരും, ഇതിൽ ഗ്രൂപ്പ് 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ എന്നുള്ളത് പേഷ്യന്റിന് അറിയാം, ഡോക്ടർക്ക് അറിയാം. പക്ഷെ ഈ ഗ്രൂപ്പിൽ അവർക്ക് മെഡിസിൻ ഏതാണെന്നുള്ളത് രണ്ടുപേർക്കും അറിയാത്ത അതിനാണ് ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയാം. പേഷ്യന്റിനും അറിയില്ല, ഡോക്ടർക്കും അറിയില്ല, വേറൊരാൾക്ക് മാത്രം അറിയാം. അയാൾ ഇതിന്റെ അനാലിസിസിൽ ഒന്നും ഇൻവോൾവ് അല്ല. അപ്പൊ എല്ലാവർക്കും വെള്ളവട്ടത്തിലുള്ള സാധനമാണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഒരെണ്ണം വെറുതെ ഉപ്പുങ്കല്ലായിരിക്കും, ആ ഷേപ്പിൽ വെട്ടിയതായിരിക്കും. ഒരെണ്ണത്തിൽ ചിലപ്പോൾ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഒരെണ്ണത്തിൽ നമ്മൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ, ഈ അസുഖത്തിന് ഗുണമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മെഡിസിൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിലത്തെ ആൾക്ക് മരുന്നൊന്നും കിട്ടുന്നില്ല, വേറൊരു ഗ്രൂപ്പിലുള്ള ആൾക്ക് ഈ ഉപ്പുകല്ല് കിട്ടുന്ന അയാൾ മരുന്നാണെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്ലസീബോ എന്ന് പറയാം. അയാൾ വിചാരിക്കുകയാണ് ഓക്കെ എനിക്ക് കിട്ടുന്നുണ്ട് മറ്റേ മരുന്ന് തന്നെയെന്ന്. അയാൾക്ക് ഇത് ഉപ്പുകല്ലാണെന്ന് അറിയില്ല. മറ്റേ ആൾക്ക് ഒറിജിനൽ മരുന്നും കിട്ടും. ഇതിന്റെ ഏറ്റവും അവസാനം ആ സ്റ്റിപ്പുലേറ്റഡ് ടൈം കഴിയുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും. ഇതില് ഈ പർട്ടിക്കുലർ മരുന്നൊന്നും എടുക്കാത്ത ആൾക്കാർക്ക് എത്ര പേർക്ക് റിക്കവറി ഉണ്ടായി, മറ്റേതിൽ എത്ര പേർക്ക് ഇതുണ്ടായി, എത്ര പേർക്ക് ഗുണമുണ്ടായി, ദോഷമുണ്ടായി. ഇത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ മെത്തഡോളജി. അതിൽ ഈ ഏറ്റവും അവസാനത്തെ കേസിൽ മാത്രം മരുന്നിന്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി എപ്പോഴും നമ്മൾ ഏറ്റവും റിലയബിൾ എന്ന് പറയുന്നത് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ വഴി, ഡബിൾ ബ്ലൈൻഡഡ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ വഴി നമ്മൾ അസസ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യണം. ഇപ്പോ ലങ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് അവർക്ക് അവരുടെ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കേസിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ മറ്റൊരു മെത്തഡോളജി ആയിരിക്കും യൂസ് ചെയ്യുക, കൊഹോർട്ട് സ്റ്റഡി ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലങ് ക്യാൻസർ കൂടുതൽ കാണുന്നു എന്ന് നമുക്കൊരു സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന ഇൻഡസ്ട്രി, ഇപ്പൊ ആസ്ബസ്റ്റോസ് ഇൻഡസ്ട്രി ആണ് ഒരെണ്ണം, വേറൊരെണ്ണം മെഡിക്കൽ ഫീൽഡിൽ, അങ്ങനെ ഈ 2 സ്ഥലത്തെയും നമ്മൾ 100 ആൾക്കാരെ വെച്ചിട്ട് റിക്രൂട്ട് ചെയ്ത് നമ്മൾ ആ സ്റ്റഡി ഫോളോ അപ്പ് കൊണ്ടുപോയിട്ട് ആസ്ബസ്റ്റോസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് അസസ് ചെയ്യാം. അതിന് നമുക്ക് റാൻഡമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ റാൻഡമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവർക്ക് ജോലി കൊടുക്കുന്നത് വരെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടി വരും റാൻഡമൈസ് ചെയ്തിട്ട്. നീ ഇന്ന ഇതിലേക്ക് പോ, നീ ഇന്ന ഇതിലേക്ക്. അത് നമ്മൾ പോസിബിൾ അല്ല. അത് നമ്മളൊരു ഡ്രഗ് ട്രയൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ റാൻഡമൈസ് കണ്ടത്. അപ്പോൾ ഓരോ സ്റ്റഡിക്കും ഓരോ ഗുണങ്ങളുണ്ട്. അതിൽ ട്രീറ്റ്മെന്റിന് എപ്പോഴും നമ്മൾ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കൊഹോട്ട് ചെയ്യുമ്പോഴും കേസ് കൺട്രോൾ സ്റ്റഡി ചെയ്യുമ്പോഴും റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റൊരു സംഭവത്തിന് പറയുന്ന പേരാണ് മാച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഈ 2 ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏത് ആം നമ്മൾ നേരത്തെ പറഞ്ഞ 1, 2, 3, 4 എല്ലാ ഗ്രൂപ്പിലും വരുന്നതിൽ ഒരേപോലത്തെ പേഷ്യൻസ് ആണ് വരുന്നത് എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതായത് ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ചെറുപ്പക്കാര്, ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് വയസ്സായ വരുന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ബാലൻസ് ഇതായിപ്പോ. ഒരെണ്ണത്തിൽ ആണുങ്ങൾ മാത്രം, ഒരെണ്ണത്തിൽ പെണ്ണുങ്ങൾ മാത്രം വന്നു കഴിഞ്ഞാൽ ഇതായിപ്പോ. അപ്പൊ നമ്മൾ റാൻഡമൈസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. വളരെ റാൻഡമായിട്ട് നമ്മൾ പിക്ക് ചെയ്യുന്നു, അപ്പൊ എങ്ങനെ വരുന്നു അങ്ങനെ. അപ്പൊ അത് നമ്മൾ എപ്പോഴും എല്ലാ ഗ്രൂപ്പുകളും തമ്മിൽ മാച്ചിങ് ഉണ്ട് എന്ന് ഉറപ്പാക്കണം. പിന്നെ നമുക്ക് പ്രീ കൺസീവ്ഡ് നോഷൻ, ഇപ്പൊ നേരത്തെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു പ്രീ കൺസീവ്ഡ് നോഷൻ നമ്മൾ ഈ സ്റ്റഡി തുടങ്ങുമ്പോൾ പാടില്ല.
നമ്മൾ ഏത് സ്റ്റഡി തുടങ്ങുമ്പോഴും നമ്മൾ ചെയ്യുന്ന നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഗുളിക കൊടുത്താൽ ഇയാൾക്ക് ഒരു ഉപകാരവും ഇല്ല എന്നാണ് നൾ ഹൈപ്പോത്തസിസ്. പിന്നെ നമ്മൾ ആ റിസർച്ച് വഴി നമ്മൾ തെളിയിക്കാൻ പോകുന്നത് എന്റെ നൾ ഹൈപ്പോത്തസിസ് ശരിയായിരുന്നോ തെറ്റായിരുന്നു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മരുന്ന് കൊണ്ട് എന്തോ ഒരു എഫക്റ്റ് ഉണ്ട്. നൾ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുളിക കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സ്റ്റഡീസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതില് ഒന്ന് രണ്ട് ടേംസ് എന്ന് പറയുന്നത്, ഒന്ന് ബയസ്, നമ്മൾ മുൻകൂട്ടി ഇന്നതായിരിക്കും എന്ന് നമുക്കിപ്പോ അറിയാം. ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്ക് നമ്മൾ മരുന്നാണ് കൊടുത്തത് നമുക്ക് അറിയാമെങ്കിൽ ഞാൻ ആ മരുന്നിന് വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡേറ്റ എഴുതുമ്പോൾ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ റിസർച്ചർ ബ്ലൈൻഡഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്നത് ഇതാണ് എന്ന് പേഷ്യന്റിന് തോന്നിക്കഴിഞ്ഞാൽ പേഷ്യന്റിന് ചിലപ്പോൾ അതിലേക്ക് അതിനനുസരിച്ച് പുള്ളിക്കാരന്റെ വെൽബീയിങ്ങിനൊക്കെ തോന്നലിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പേഷ്യന്റും ബ്ലൈൻഡഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ബയസ് ഒഴിവാക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാച്ചിങ്, ഇതൊക്കെയാണ് സാധാരണ റിസർച്ചിൽ വരുന്ന കുറച്ച് ടേംസ്. ഓക്കെ. അപ്പൊ ഈ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി എന്ന് വെച്ചാൽ നമ്മള് സിമ്പിൾ ഫോം ആണെങ്കിൽ 2 ഗ്രൂപ്പ് മാത്രം എടുക്കാണ്. നമ്മൾ കുറച്ച് ആൾക്കാരെ 2 ഗ്രൂപ്പിലാക്കിയിട്ട് എടുക്കുന്നു. അത് ഗ്രൂപ്പിലാക്കുമ്പോൾ നമ്മൾ റാൻഡമൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാണ്ട് എല്ലാ ചെറുപ്പക്കാരും ഒരു ഗ്രൂപ്പില്, എല്ലാ വയസ്സായ ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി കിട്ടാൻ പോകുന്ന ഉത്തരം ചെറുപ്പക്കാരെ ഗ്രൂപ്പില് ആരോഗ്യം നല്ലതാണെന്നൊക്കെ കിട്ടും പിന്നീട്. അതുകൊണ്ട് നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് വയസ്സായ ആൾക്കാരും ചെറുപ്പക്കാരെ 2 ഗ്രൂപ്പിൽ ഇടണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ നമ്പർ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് 2 ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. റാൻഡമായിട്ട് ഈ ആൾക്കാർക്ക് ഈ 2 ഗ്രൂപ്പിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിന് പ്ലസീബോ ഉപ്പുകല്ലും ഒരു ഗ്രൂപ്പിന് മരുന്നും കൊടുക്കുന്നു. പക്ഷെങ്കിൽ ഏത് ഗ്രൂപ്പിനാണ് ഇത് കിട്ടിയത് എന്ന് ആർക്കും അറിയില്ല. ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയില്ല അവർക്ക് കിട്ടുന്നത് മരുന്നാണോ അല്ലയോ എന്ന്. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പിന്നീട് അനലൈസ് ചെയ്യുന്ന ഡോക്ടർമാരോ നഴ്സുമാരോ അവർക്കും അറിയില്ല ഇവർക്ക് കിട്ടിയ എന്താണ്. ഇപ്പൊ BP ഓർക്കുന്ന എന്തെങ്കിലും മരുന്നാണെങ്കിൽ ഇവര് പോകുന്നു, BP മെഷർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇവർക്ക് കിട്ടിയത് ഉപ്പ് കല്ലാണോ അതോ മരുന്നാണോ എന്നും മെഷർ ചെയ്യുന്ന ആൾക്കാർക്കും അറിയില്ല. അപ്പൊ ഇതാണ് ബ്ലൈൻഡിങ് എന്ന് നിങ്ങൾ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് അല്ലെ. അതായത് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയില്ല, പേഷ്യന്റിനും അറിയില്ല. ഡബിൾ ബ്ലൈൻഡ്, അതാണ് ഡബിൾ ബ്ലൈൻഡ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ ബയസുകൾ ഒഴിവാക്കാം അല്ലെ. കാരണം ഈ എനിക്ക് ചെറുപ്പക്കാരെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചിലപ്പം അവരെ BP നല്ലോണം കുറയുന്നുണ്ടെന്നൊക്കെ പറയും. ഈ മരുന്ന് അങ്ങനെ എന്തെങ്കിലും ബയസ് ഇല്ലാണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ബയസ് ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ PG ചെയ്യുന്ന സമയത്ത്. അത് പൊക്കിൾ കൊടി എപ്പം മുറിക്കണം എന്നുള്ള ഒരു സ്റ്റഡി. അതായത് പൊതുവെ ആൾക്കാർക്ക് ഈ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഈ ഡ്രഗ്സ്, പൈസ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളൊരു വിചാരം ഉള്ളതുകൊണ്ടാണ് ഞാൻ നടത്തിയ സ്റ്റഡിയുടെ കാര്യം പറയുന്നത്. അത് പൊക്കിൾ കൊടി എപ്പം മുറിക്കണം, അത് പ്രീ ടേം ബേബീസിന്റെ പൊക്കിൾ കൊടി എപ്പം മുറിക്കണം എന്നുള്ളതായിരുന്നു നമ്മൾ സ്റ്റഡിയിൽ എടുത്തത്. അപ്പൊ സ്റ്റഡിയിൽ എടുക്കുമ്പോൾ നമ്മൾ ഏത് സ്റ്റഡി ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നൾ ഹൈപ്പോത്തസിസ് ചെയ്യും. അപ്പൊ പൊക്കിൾ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരുന്നത്. ഒന്ന് സാധാരണ ചെയ്യുന്ന പോലെ പൊക്കിൾ കൊടി ഇമീഡിയറ്റ്ലി മുറിക്കുക. വേറൊരു ഗ്രൂപ്പിന് 2 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം പൊക്കിൾ കൊടി മുറിക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത 2 സെറ്റ്. ഇവര് തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ്. ഇനി എപ്പം മുറിച്ചാലും ഒരു പ്രശ്നമില്ല, രണ്ടും സെയിം ആണ് എപ്പം മുറിച്ചാലും. അതായിരുന്നു നൾ ഹൈപ്പോത്തസിസ്. നമ്മള് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ ഇതില് ചെയ്യുന്നതിൽ പ്രീ ടേം ബേബീസിനാണ് നമ്മൾ ഈ അനലൈസിസ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 30 ആഴ്ചയുടെയും 37 ആഴ്ചയുടെയും ഇടയിലുള്ള കുട്ടികളെയാണ് ഞാൻ പ്രീ ടേം ആയിട്ട് ഡിഫൈൻ ചെയ്തത്. 30 ആഴ്ചയുടെ താഴെയുള്ള കുട്ടികൾക്ക് കരയാനുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഇന്റർവെൻഷൻ വേണ്ടി വരാൻ, അത് നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അവരെ നമ്മൾ ഈ സ്റ്റഡിയിൽ നിന്ന് ഒഴിവാക്കി. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുമ്പോൾ 30 ആഴ്ചയുടെ താഴെയുള്ള എല്ലാ കുട്ടികളും ഇമ്മീഡിയറ്റ്ലി ക്ലാമ്പ് ചെയ്ത ഗ്രൂപ്പിൽ വന്നേനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ഒഴിവാക്കി. എന്നിട്ട് 30-നും 37 ആഴ്ചയുടെ ഇടയിൽ ഇതുണ്ടാക്കി. അതിലും അഥവാ കരയാത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്റ്റഡിയിൽ നിന്ന് ഒഴിവാക്കും. നമ്മൾ അവരെ നേരത്തെ ഗ്രൂപ്പിൽ ഇതിലേക്ക് ഇടില്ല, അവരെ നമ്മൾ സ്റ്റഡിയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളൊരു മുൻകൂട്ടി ഒഴിവാക്കും എന്നുള്ളൊരു അവസാനത്തെ അനാലിസിസിന് എടുക്കില്ല.
ബാക്കിയുള്ള കുട്ടികൾ ഇമ്മീഡിയറ്റ്ലി കരയുന്ന കുട്ടികളാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ എടുക്കുക. അപ്പൊ ഇമ്മീഡിയറ്റ്ലി കരഞ്ഞാലും ആ കൊച്ചു ഏത് ഗ്രൂപ്പിൽ വരുന്നോ അതനുസരിച്ചിട്ട് പൊക്കിൾ കൊടി മുറിക്കും. നേരത്തെ മുറിക്കോ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മുറിക്കോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. അത് ആക്ച്വലി ബ്ലൈൻഡിങ് നടക്കില്ലായിരുന്നു, കാരണം എനിക്കറിയാം. എനിക്കറിയാം റാൻഡമൈസേഷൻ നടക്കുമായിരുന്നു. കാരണം ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ പാരന്റ്സിനോട് പറയും. കാരണം ഈ റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ കൺസെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനം, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഹെൽമെറ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിനോട് പറയണം നിങ്ങൾ ഹെൽമെറ്റ് ഇടണ്ട എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ്. അതൊന്നും നമുക്ക് എത്തിക്കൽ ക്ലിയറൻസ് കിട്ടില്ല. ഇങ്ങനത്തെ റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എത്തിക്കൽ ക്ലിയറൻസ് തൊട്ട് അതിനൊരു ബോർഡ് ഉണ്ട്. അവര് പല മേഖലയിലുള്ള ആൾക്കാർ അതിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമോ ചെയ്യില്ലേ? അപ്പൊ ഈ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, എത്തിക്കൽ ക്ലിയറൻസിന് പോയപ്പോൾ അവർ ആദ്യം ചോദിച്ചത് ഇപ്പോ എന്താണ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഇമീഡിയറ്റ്ലി ക്ലാമ്പ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ ഒരു സംഭവത്തിന് കുഴപ്പമില്ല. ഇനി മറ്റേ സംഭവം ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് അതിന്റെ സേഫ്റ്റി, അത്രയും പ്രശ്നങ്ങളില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അതിനെയാണ് നമ്മൾ എത്തിക്കൽ ക്ലിയറൻസ് പറയുന്നത്. അങ്ങനെ ഒരു എത്തിക്കൽ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഏത് സ്റ്റഡിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് പഴയ ഏതെങ്കിലും ഒരു സ്റ്റഡിയിൽ ഇത് തെളിയിച്ചിരുന്നേ, അതായത് ലേറ്റ് ആയിട്ട് മുറിച്ചാല് പ്രശ്നം ഉണ്ട് എന്ന് തെളിയിച്ചിരുന്നെങ്കിൽ ഇതിന് ക്ലിയറൻസ് കിട്ടൂലായിരുന്നു, എത്തിക്കൽ ക്ലിയറൻസ് കിട്ടില്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ, അതായത് ഇതൊരു ഇന്റർവെൻഷൻ അല്ലാണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ലേറ്റ് ആയിട്ട് മുറിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല, പല സ്ഥലത്തും പല പോലെയായിരുന്നു. പിന്നെ ഇത് ആദ്യം ചെയ്തത് നമ്മൾ ടേം ബേബീസിന് 37 ആഴ്ചയുടെ മുകളിലുള്ള ബേബീസിന് ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യണത് കൊണ്ട് ഉപകാരമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പ്രീ ടേംസിന്റെ ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു ഇത് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് കൊണ്ടുവന്ന് കുഞ്ഞ് ജനിക്കാൻ പോണേക്കാൾ മുമ്പ് പാരന്റ്സിനോട് പറയും, ഇങ്ങനെ സംഭവമാണ്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അവർക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ സ്റ്റഡിയിൽ നിന്ന് ഒഴിവാക്കും. താല്പര്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ഡെലിവറിക്ക് തൊട്ട് മുമ്പ് ഇത് ചിട്ടെടുത്ത് നോക്കും അവർ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന്. എന്നിട്ട് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനോട് പറയും ഇന്ന ഗ്രൂപ്പാണ്, അപ്പൊ ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏർലി ക്ലാമ്പ് ചെയ്യാം. നമ്മൾ ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കൊച്ചിന് കരയാനൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇന്റർവെൻഷൻ വേണ്ടി വരും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് ആ കൊച്ചിനെ സ്റ്റഡിയിൽ നിന്ന് എടുത്ത് മാറ്റും. എന്നിട്ട് നമ്മൾ കൊച്ചിനെ ക്ലാമ്പ് ചെയ്യും, കൊടുക്കും, കൊച്ച് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സ്റ്റഡി. അങ്ങനെ ഏറ്റവും അവസാനം 150ഓളം കുട്ടികളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുകയും അതിൽ 50ഓളം കുട്ടികളെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വന്നു. ബാക്കിയുള്ള 100 കുട്ടികളിൽ 50 പേര് ഏർലി ക്ലാമ്പിംഗ്, 50 പേര് ലേറ്റ് ക്ലാമ്പിംഗ്, 50 അല്ല 48 52 ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. 6 ആഴ്ചയിൽ ഇവരുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവിന് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ഔട്ട്കം. അപ്പൊ നമ്മൾ ഏത് റിസർച്ചിന് നമുക്ക് വേണ്ട ഒരു സാധനം ഔട്ട്കം ആണ്. അത് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യണം. അല്ലാണ്ട് ഇത് ഏറ്റവും അവസാനം എനിക്ക് ലേറ്റ് ക്ലാമ്പിങ്ങിന് വേണ്ടിയിട്ട് അതിന് എന്തൊക്കെയോ ഗുണമുള്ളത് നോക്കിയിട്ട് നമ്മൾ അത് ഏറ്റവും അവസാനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്റ്റഡി തുടങ്ങണേക്കാൾ മുമ്പ് തന്നെ നമ്മൾ അത് ഔട്ട്കം ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്തത്, ക്ലാമ്പ് ചെയ്താല് ഞാൻ ഈ 2 ഗ്രൂപ്പിലും ഞാൻ ഹീമോഗ്ലോബിനാണ് മെഷർ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു, എന്നിട്ടാണ് സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നത്. അല്ലാണ്ട് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഇനി ഈ കുട്ടിന്റെ എന്തൊക്കെ മെഷർ ചെയ്യണം, ഹീമോഗ്ലോബിൻ മെഷർ ചെയ്യാം, അത് മെഷർ ചെയ്യാം, അങ്ങനെയല്ല. എക്സാക്ട്ലി. അപ്പോ അതിലുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഏർലി ക്ലാമ്പ് ചെയ്താലും ലേറ്റ് ക്ലാമ്പ് ചെയ്താലും 2 പേർക്കും സെയിം ആണ്. അതാണ് എന്റെ നൈനൽ ഹൈപ്പോത്തസിസ്. ഇനി ഞാൻ 6 ആഴ്ചയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്റെ നൾ ഹൈപ്പോത്തസിസ് ശരിയാവാം, തെറ്റാവാം. തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യുമ്പോൾ ഗുണമുണ്ട് അല്ലെങ്കിൽ ദോഷമുണ്ട് എന്നുള്ളൊരു ഹീമോഗ്ലോബിന്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 ആഴ്ച കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതലാണ് എന്നുള്ളതാണ് അതിന്റെ ഔട്ട്കം. അപ്പൊ അവർക്ക് ബ്ലഡ്, പിന്നെ അതിന്റെ സെക്കൻഡറി ഔട്ട്കംസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നേരത്തെ വരുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഭാവിയിൽ അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരുന്നത് കുറവാണ്, കാരണം അവർക്ക് 6 ആഴ്ചയിൽ ഓൾറെഡി ഹീമോഗ്ലോബിൻ കൂടുതലാണ്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി അതിന്റെ കൂടെ ചെക്ക് ചെയ്യണം. കാരണം ഇതിന്റെ സേഫ്റ്റി ഉണ്ടോ എന്നും കൂടി നോക്കണം. കാരണം ഹീമോഗ്ലോബിൻ കൂടുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ ന്യൂ ബോൺസിന് മഞ്ഞപ്പിത്തം വരുന്നത്, ന്യൂ ബോൺ ജോണ്ടിസ് എന്ന് പറയുന്നത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, കാരണം അവർക്ക് ഹീമോഗ്ലോബിൻ കൂടുതലാണ്. അപ്പോ
നമ്മള് ഔട്ട്കമ്മിൽ ഒരെണ്ണം ഇവരുടെ ഫോട്ടോതെറാപ്പി, ഈ ബിലിറൂബിൻ കൂടിയിട്ട് ഫോട്ടോതെറാപ്പി ലൈറ്റ് കൊടുക്കുന്ന സംഭവം ഇവർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നോ എന്ന് കൂടി നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അത് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഈ ലൈറ്റ് ക്ലാമ്പ് ചെയ്ത ഗ്രൂപ്പിൽ മറ്റവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ സ്റ്റഡിയിൽ ഇൻഫർ ചെയ്യുമ്പോൾ വന്നത് ഇവർക്ക് 6 ആഴ്ചയിൽ ഹീമോഗ്ലോബിൻ കൂടുതലാണ്. പക്ഷേ അവർക്ക് ജനിച്ച ഉടനെ ബിലിറൂബിൻ കൂടാനും അവർക്ക് ഫോട്ടോതെറാപ്പി റിക്വയർമെന്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അത് എത്രത്തോളം പ്രശ്നമുണ്ട്, അതായത് 2 ദിവസം 3 ദിവസം കൂടുതൽ അവർ നിൽക്കേണ്ടി വരുന്നുണ്ടോ, അതിനുള്ള മെച്ചം ഈ ഹീമോഗ്ലോബിൻ കൂടിയതുണ്ടോ. പക്ഷെ അവസാനത്തെ ഇൻഫറൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. 5 to 6 hours ഇവർക്ക് കൂടുതൽ ഫോട്ടോതെറാപ്പിയുടെ അടിയിൽ കിടക്കണം. പക്ഷെ ഇവർക്ക് പിന്നീടുള്ള അഡ്മിഷനും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കുറവ് മതി. അപ്പൊ അതുകൊണ്ട് ഡിസ്ചാർജ് ആവുന്നത് 6 മണിക്കൂർ വൈകിയാലും ഇവർക്ക് അതുകൊണ്ട് പിന്നീട് ഭാവിയിൽ ഗുണമുണ്ട്. അപ്പൊ ഇത് ഒരുപാട് എന്താ പറയാ കോസ്റ്റ് ബെനിഫിറ്റ് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കുന്നത്. ഗുണം നമുക്കില്ല, അതായത് ഇത് ചെയ്യുന്നതുകൊണ്ട് 10 പൈസയുടെ ഗുണം ഒരു ഡോക്ടർക്കോ ഇതിനല്ല. പക്ഷെ ഈ ഇന്റർവെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ആ പ്രീടേം ബേബീസിന് ഗുണമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഒരു സ്റ്റഡി. അത് ഞാൻ പിന്നെയും പറയുന്നത് ഈ മരുന്ന് മാഫിയ മാത്രമല്ല മോഡേൺ മെഡിസിനിൽ നടത്തുന്ന റിസർച്ചുകൾ നടത്തുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്റ്റഡി. ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്ന വേറെ സാധനം പി വാല്യൂ എന്നുകൊണ്ടൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഈ ഫോട്ടോതെറാപ്പിയുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ കൂടുതൽ വളരെ തുച്ഛമായ കാര്യത്തൊക്കെ പറയത്തക്ക വ്യത്യാസമൊന്നും ഇല്ലാത്തതാണോ അതോ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പി വാല്യൂ എന്ന് പറയാം. അപ്പൊ അതിൽ പി വാല്യൂ സിഗ്നിഫിക്കന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ റിസർച്ചിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. വളരെ തുച്ഛമായ ഒരു വ്യത്യാസമാണെങ്കിൽ അത് നമ്മൾ കണക്കിലെടുക്കില്ല. പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ ഫോട്ടോതെറാപ്പിക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ ദ ലോങ് റൺ ഹീമോഗ്ലോബിൻ അതിനേക്കാളും മെച്ചമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഗുണത്തിൽ പെട്ടത്. അപ്പൊ ഈ 2 ഗ്രൂപ്പ് എടുത്തു. ഈ 2 ഗ്രൂപ്പിലെയും ഹീമോഗ്ലോബിൻ നമ്മൾ മെഷർ ചെയ്തു 6 വീക്സിന് ശേഷം. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ 2 ഗ്രൂപ്പിലും ഉള്ളെങ്കിൽ നമ്മൾ അത് കണക്കിലെടുക്കൂല. ഒരു എന്താ പറയാ ഒരു സിഗ്നിഫിക്കന്റ് വ്യത്യാസം വേണം 2 ഗ്രൂപ്പും തമ്മിലുള്ള ഹീമോഗ്ലോബിൻ ലെവലിലോ എന്ത് ഔട്ട്കം ആയാലും. ഫോട്ടോതെറാപ്പിന്റെ ആവശ്യമാണെങ്കിലോ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മിനിമം ഇത്ര വ്യത്യാസമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റഡി തുടങ്ങുന്നത്. അതെ, ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റഡി നടത്തി അതിന് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം വന്നു. അങ്ങനെ നമ്മൾ പറയാണ് ഓക്കെ എന്റെ സ്റ്റഡിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോ ഇത് ചെയ്യണത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലോകം എല്ലാരും കൂടി അങ്ങനെ ചെയ്തു തുടങ്ങില്ല. ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റഡികൾ പല പല സ്ഥലത്തായിട്ട് പല പല സ്ഥലത്തും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതില് പറയുന്ന ക്രൈറ്റീരിയ എല്ലാതും മര്യാദയ്ക്കാണോ സ്റ്റഡി നടത്തിയത്, ആവശ്യത്തിന് നമ്പേഴ്സ്. ഇത് ഞാൻ ആകെ 10 പിള്ളേർക്ക് നടത്തിയിട്ട് ഇതാണ് മറ്റേനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ ഇതിനില്ല. അതിനാണ് നമ്മൾ നമ്പർ ഒരുപാട് വേണമെന്ന് പറയുന്നത്. അങ്ങനെ മിനിമം ഇത്ര നമ്പർ നടത്തിയിട്ടുള്ള സ്റ്റഡീസ്, ഇത്രയും വ്യത്യാസം അങ്ങനെയുള്ള. അപ്പൊ അതിൽ ചില സ്റ്റഡീസിൽ ചിലപ്പോ ഹീമോഗ്ലോബിന് കാര്യമായിട്ടുള്ള മാറ്റമില്ല, എന്നാൽ ഈ മഞ്ഞപ്പിത്തം വളരെ കൂടുതലായിരുന്നു എന്ന് ചില സ്ഥലങ്ങളിൽ വരാം. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റഡീസ് എടുത്തിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് റിവ്യൂ ഇതുപോലെയുള്ള റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒരുപാട് എണ്ണം വെച്ചിട്ട് സിസ്റ്റമാറ്റിക് റിവ്യൂ നടത്തി അതിൽ നല്ല സ്റ്റഡീസ് മാത്രം പറക്കിയെടുത്ത്. അതിനേക്കാളും മുമ്പ് വേറെ സംഭവമുണ്ട്. ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഞാൻ വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ മനോരമ മാതൃഭൂമിയുള്ള ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു റിസർച്ച് ഇന്ന സ്ഥലത്ത് നടത്തി എന്നുകൊണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. ഇത് മെഡിക്കൽ ജേർണൽസിന് അയച്ചു കൊടുക്കണം. അവിടെ ഈ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അത് അനലൈസ് ചെയ്ത് ഈ റിസർച്ച് പ്രോപ്പർ മെത്തഡോളജി ഫോളോ ചെയ്തതാണോ, ഇതിൽ ഉടായ്പ നടന്നിട്ടുണ്ടോ, ഡാറ്റയൊക്കെ അവർ ചോദിക്കും. നമ്മളുടെ എല്ലാ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റയും ഡീറ്റെയിൽസ് അവർ നോക്കും, അവരത് അനലൈസ് ചെയ്യും, അവർ നോക്കും നമ്മൾ കിട്ടിയിട്ടുള്ള സാധനത്തിൽ നമ്മൾ വാല്യൂസിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. എന്നിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അവരത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കും. അപ്പൊ അതിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് ജേർണൽസ് എന്ന് പറയും. അതിങ്ങനെ പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്ന ജേർണൽസ് ആണ്. അപ്പൊ അങ്ങനത്തെ ജേർണൽസിലൊക്കെ ഭയങ്കര നല്ല ജേർണൽസ്, അമേരിക്കൻ ജേർണൽസ് ഉണ്ട്. അതിൽ തന്നെ ഭയങ്കര ക്ലാസിഫിക്കേഷൻ ഉള്ള. അപ്പൊ ചില ജേർണൽസിന്റെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലാണ്.
അതിൽ റിസർച്ച് വരിക എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയിട്ടുള്ള റിസർച്ച് ആണെന്നാണ് അർത്ഥം. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഒരു പോളിസി ചേഞ്ച് ഒന്നും വരില്ല. ഇങ്ങനെയുള്ള ഒരുപാട് റാൻഡമൈസ് കൺട്രോൾ ട്രയലുകൾ അവർ ഒരുമിച്ച് വെച്ച് സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറയുന്ന സാധനം വെച്ച് ഈ ഓരോ സ്റ്റഡിയുടെയും ഇൻഫറൻസസ് വെച്ചിട്ട് അവർ വീണ്ടും അനാലിസിസ് നടത്തും. എന്നിട്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. ആ കൺക്ലൂഷൻ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ചിലപ്പോ ഈ റിസർച്ച് നടത്തി, ഇപ്പൊ എന്റെ റിസർച്ച് നടന്നത് 2012 സമയത്താണ്. അത് 2016 ഒക്കെ ആയപ്പോഴാണ് അത് പബ്ലിഷ്ഡ് ആയത്. ഇപ്പൊ 2024 അതിന്റെ ഈ പറയുന്ന സിസ്റ്റമാറ്റിക് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കോവിഡിന്റെ സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അതിന്റെ ഇൻഫറൻസ് പബ്ലിഷ്ഡ് ആയിട്ടില്ല. അപ്പൊ അത് 1-2 കൊല്ലത്തിനുള്ളിൽ അത് വരുമായിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള പല സ്റ്റഡീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എന്റെ അത്രയും ഡിലേ ചില സ്റ്റഡീസിന് ഉണ്ടാവില്ല. ചിലർക്ക് ഇപ്പൊ 2020 പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റമാറ്റിക് റിവ്യൂവിൽ അവർ ഇൻക്ലൂഡ് ചെയ്യും. എന്നേക്കാൾ മുമ്പ് നടന്നിട്ടുള്ള സ്റ്റഡീസ് ചിലപ്പോൾ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് റിസർച്ച് നടത്തി 10-15 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഓക്കെ ഇതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ദോഷമുണ്ട് എന്നൊരു ഇൻഫ്ലുവൻസ് വന്നിട്ട് അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് റിസർച്ച് നടത്തി കഴിഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ടേം ബേബീസ് ജനിച്ച ഉടനെ കരയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ പൊക്കിൾ കൂടി കുറച്ച് ലേറ്റ് ആയിട്ട് മുറിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഇൻഫ്ലുവൻസ് വന്ന് അത് ഇപ്പോ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രീ ടേംസിനും അത് ബെനിഫിഷ്യൽ ആണ്. അപ്പൊ ഈ റിസസിറ്റേഷൻ വേണ്ടാത്ത, ജനിക്കുമ്പോൾ കരയുന്നു വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കും കോഡ് ക്ലാമ്പിംഗ് ഡിലേ ചെയ്യണത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതോടുകൂടി റിസർച്ച് നിൽക്കുന്നില്ല. ഇതിങ്ങനെ പബ്ലിഷ് ചെയ്തപ്പോ എല്ലാവരും ഈ ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യുന്ന കുട്ടികളുടെ കൊഹോട്ട്, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പിന്നെയും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണങ്ങൾ മാത്രമുള്ളൂ എന്നൊക്കെ പറയുന്ന സ്റ്റഡീസ് ഒക്കെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈ പറയുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എവിഡൻസ്ഡ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതായത് നമുക്ക് കിട്ടുന്ന തെളിവുകൾ വെച്ചിട്ട് എവിഡൻസ് വെച്ചിട്ട് മാത്രമാണ് ഒരു ഇൻഫ്ലുവൻസിലേക്കും ഒരു റെക്കമെൻഡേഷനിലേക്കും വരുന്നത്. അങ്ങനെ ഈവൻ റെക്കമെൻഡ് ആയാൽ തന്നെ നമ്മൾ പിന്നെ വേറൊരു സ്റ്റഡി ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെ ചെയ്ത കുട്ടികൾക്ക് ഭാവിയിൽ ലിവറിന്റെ എന്തോ പ്രശ്നം വരും, ഇങ്ങനെ ലേറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്താൽ 5 കൊല്ലത്തിന് ശേഷം ലിവർ പ്രോബ്ലം വരുന്ന കണ്ടുപിടിച്ചാൽ വീണ്ടും വന്നിട്ട് ഈ റെക്കമെൻഡേഷൻ മാറ്റും. ഇങ്ങനെ ഒരുപാട് സ്റ്റഡി ഇതേപോലെ ഇത് ഇൻഫ്ലുവൻസ് കിട്ടാൻ വേണ്ടി നടന്ന അതേ പ്രോസസ്സ് ഇതിനെതിരെയും നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ റെക്കമെൻഡേഷൻസ് മാറും. എക്സാക്ട്ലി. അതാണ് ചിലർ പറയില്ലേ, ഇവര് വിശ്വസിക്കാൻ പറ്റില്ല, ഇവർ ഇന്ന് പറയുന്നത് നാളെ പറയില്ല, 10 കൊല്ലം കഴിയുമ്പോൾ ഇവർ മാറ്റി പറയും എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഇതിനെ പറ്റിയിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ഇത് മതി എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറില്ല. അത് വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കണമെന്ന് പറയും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചില ഡ്രഗ്സ് ഇതിനേക്കാളും നല്ല ഡ്രഗ് വന്നിട്ടുണ്ട്, ഈ ഡ്രഗിന് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ചിലത് വിഡ്രോ ചെയ്യുന്നത്. അത് ഈ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ അതിനൊരു ഡ്രോബാക്ക് എന്ന് പറയാം. കാരണം ഇത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബെനിഫിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത്രയും കാലം ഇല്ലാത്തൊരു ഡ്രഗ് വന്നു, അതിന്റെ ബെനിഫിറ്റ്സ് മുഴുവൻ കിട്ടി, പക്ഷെ അതിന് നല്ലൊരു സാധനം വന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനിങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിനേക്കാൾ മുമ്പാണെങ്കിൽ ഇത്രയും കാലം ജീവിച്ചിരിക്കുക പോലും ഇല്ലാത്തൊരു പേഷ്യന്റ് ആയിരിക്കും. പക്ഷെ ഇത്രയും കാലം ജീവിച്ചിരിക്കുമ്പോൾ വരുന്നൊരു ചെറിയ സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ അതിനേക്കാളും സോൾവ് ചെയ്തിട്ടുള്ള മറ്റൊരു സാധനം വരുമ്പോൾ അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടന്നാലേ അത് നടക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഈ മെത്തഡോളജികൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, ഏത് സയന്റിഫിക് ബ്രാഞ്ചിലാണെങ്കിലും നമുക്കത് ഇട്ടിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഹെൽമെറ്റിന്റെയും ബൈക്കിന്റെയും കാര്യം പറഞ്ഞ പോലെ ഏത് സാധനത്തിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് എന്റെ സാധനം ഇപ്പോ ഉള്ള സയന്റിഫിക് മെത്തേഡ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു സംഭവമാണെന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം സയന്റിഫിക് അല്ല. ആവശ്യമില്ല. പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതെ. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോകത്തില്. മീൻസ് മെഡിക്കൽ ഫീൽഡ്
ഈ സ്റ്റാൻഡേർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനത്തെ കുറെ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒക്കെ ചെയ്ത് നമ്മളൊരു സിസ്റ്റമാറ്റിക് റിവ്യൂ ഒക്കെ നടത്തി ഇത്രയും സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ മെഡിക്കൽ ഫീൽഡ്. അപ്പം ഇതില് നമ്മൾ അത്രയും കെയർഫുൾ ആണ്. ഇപ്പോ അതില് തട്ടിപ്പ് നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ എളുപ്പമല്ല. ഇനി ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ചെറുത് അവിടെ ഇവിടെയൊക്കെ സ്ക്വീക്ക് ചെയ്യുന്നുണ്ടാവും. അത് പിടിക്കപ്പെടുന്നതും ന്യൂസ് ആവുന്നുണ്ട്. പിന്നെ മുമ്പ് പറയുന്ന പോലെ എന്താണ്, പാമ്പ് കടിച്ചാൽ ന്യൂസ് അല്ല, പാമ്പിനെ കടിച്ചാലാണ് ന്യൂസ് എന്ന് പറയുന്ന പോലെ ആ സംഭവത്തിന് മാത്രമേ ന്യൂസ് വാല്യൂ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഭയങ്കരമായിട്ട് പ്രൊജക്റ്റഡ് ആവും. ഇത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴി കടന്നു പോയിട്ടാണ് ഓരോ ഡ്രഗ് വരുന്നതാണെങ്കിലും ഓരോ ട്രീറ്റ്മെന്റ് വരുന്നതാണെങ്കിലും എല്ലാത്തിനും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ ഇതില് ഏറ്റവും അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കോവിഡ് വാക്സിന്റെ ഡെവലപ്മെന്റ് ആണ്. സാധാരണഗതിയിൽ ഒരു വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. കോവിഡ് വാക്സിൻ പക്ഷെ ഒറ്റ കൊല്ലം കൊണ്ട് ഇറങ്ങി. ഇത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കുറെ ഇതുണ്ടായിരുന്നു. പക്ഷെ അതും ഈ പറയുന്ന എല്ലാ ഫേസുകളിൽ കൂടിയും കടന്നു പോയതാണ്. പക്ഷെ കുറച്ച് ഫാസ്റ്റ് ട്രാക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ലോങ് ടേം ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കൊഹോട്ട് വെയിറ്റ് ചെയ്തിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഒന്നും കാത്തു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ലോകം. അതുകൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇറങ്ങിയ ഓരോ വാക്സിനും ഒരു 3-4 ഫേസുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് പുറത്തേക്ക് വന്നത്. ഇപ്പൊ വാക്സിൻ എന്ന് മാത്രമല്ല, ഏത് ഡ്രഗ് ആണെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യുന്നത് പ്രീ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. പ്രീ ക്ലിനിക്കൽ റിസർച്ച് ടെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയറിറ്റിക്കലി നോക്കുകയാണ്. ഇപ്പൊ കോവിഡ് വാക്സിന് കോവിഡ് വൈറസിന് ഇന്ന പ്രത്യേകതകളുണ്ട്, അപ്പൊ അതിനെതിരെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട്. അപ്പൊ ഏത് സാധനമാണെങ്കിലും, ഞാൻ കോവിഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. അപ്പോൾ തിയറിറ്റിക്കലി ഒരു അനാലിസിസ് നടത്തിയിട്ട് ഇന്ന സാധനം കൊടുത്താൽ നല്ലതായിരിക്കാം എന്ന് പറയുന്ന ഒരു അസംഷൻ എടുത്ത് അത് ആദ്യം ആനിമൽ മോഡൽസിന് ട്രൈ ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന മൈസ്, ഗിനിപിഗ് അങ്ങനത്തെ ഇതിലാണ്. അതിൽ ആദ്യം ട്രൈ ചെയ്ത് അത് ഓക്കെ ആണോ, അവർ ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫേസ് 1. അപ്പോഴാണ് ഫേസ് 1 ആവുന്നുള്ളൂ. അതായത് ബാക്കിയുള്ള തിയറി കഴിഞ്ഞ് ബാക്കി ആനിമൽസിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് 1 എത്തി. ഫേസ് 1 നോക്കുന്നത് ഈ സാധനം എഫക്റ്റീവ് ആണോ എന്നല്ല, ഇത് സേഫ്റ്റി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് വോളണ്ടിയേഴ്സ് വേണം. അപ്പൊ വോളണ്ടിയേഴ്സ് വേണമെന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം നമ്പേഴ്സ്, 100 പേരിലൊക്കെയാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കുക. അവർക്ക് നമ്മൾ ഈ മരുന്ന് കൊടുത്ത്, ഈ വാക്സിൻ അല്ലെങ്കിൽ മരുന്ന് എന്ത് സാധനമാണോ ആ സാധനം കൊടുത്തിട്ട് അത് കൊണ്ട് അപകടം എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ അപകടം എന്തെങ്കിലും വരുന്നുണ്ടോന്നല്ല ഫസ്റ്റ് നോക്കുന്നത്. വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് നോക്കുന്നത് സേഫ്റ്റിയാണ്, എഫിക്കസി അല്ല. സേഫ്റ്റി നോക്കിയിട്ട് ആ സ്റ്റേജ് കഴിഞ്ഞ് 100 പേരെ നിർത്തി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കുഴപ്പമില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇത് ഫേസ് 2 ട്രയലിലേക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത്. ഏത് മരുന്നാണെങ്കിലും ഇതാണെങ്കിലും. ഫേസ് 2-ലാവുമ്പോൾ, ഈ ഫേസ് 1 വളരെ ചുരുക്കം നമ്പേഴ്സ് ആണെങ്കിൽ ഫേസ് 2 ആവുമ്പോഴേക്കും കുറച്ചും കൂടി 100 കണക്കിന് ആളുകളിലേക്ക് അത് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എഫിക്കസിയും സേഫ്റ്റിയും കൂടിയിട്ടാണ്. ഈ കുറച്ച് പേർക്ക് കൊടുത്ത് അവർക്ക് സേഫ് ആണെന്നുള്ളതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ അതോടുകൂടി നിർത്തില്ല. സേഫ്റ്റി പ്രൊഫൈല് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എഫിക്കസിയും കൂടി ട്രൈ ചെയ്യും. ഈ ഫേസ് 2-ലാണ് ഏത് മരുന്ന് എത്ര ഡോസ് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് DPT-യുടെ വാക്സിൻ, ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസിന്റെ വാക്സിൻ നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കും 1.5, 2.5, 3.5 മാസത്തിൽ കൊടുക്കും. 1.5 വയസ്സിലൊരു ബൂസ്റ്റർ കൊടുക്കും, 4.5 വയസ്സിലൊരു ബൂസ്റ്റർ കൊടുക്കും, പിന്നെ 10 വയസ്സാകുമ്പോൾ ഒരു ബൂസ്റ്റർ കൊടുക്കും. അപ്പൊ അങ്ങനെ അത്രയും 3 പ്രൈമറി ഡോസ് പ്ലസ് 3 ബൂസ്റ്റർ എന്നുള്ളൊരു രീതിയിലാണ് വാക്സിൻ കൊടുക്കുന്നത്. ചിക്കൻ പോക്സിന്റെ വാക്സിൻ ആണെങ്കിൽ 2 ഡോസേ കൊടുക്കുന്നുള്ളൂ. ടൈഫോയിഡിന്റെ വാക്സിൻ ആണെങ്കിൽ 1 ഡോസേ കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ എത്ര എണ്ണം വെച്ച് കൊടുക്കണം എന്നുള്ളത് ഫസ്റ്റ് ഡേ തന്നെ തീരുമാനിക്കുന്നതല്ല. അത് ഈ ഫേസ് 2 ട്രയലിൽ വരുമ്പോൾ കുറെ നമ്പേഴ്സ് ഉണ്ട്, അവർക്ക് ഈ വാക്സിൻ കൊടുക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ചിക്കൻ പോക്സിന്റെ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ 100 പേർക്ക് ചിക്കൻ പോക്സിന്റെ വാക്സിൻ 1 ഡോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ടൈറ്റേഴ്സ് ചെക്ക് ചെയ്തു, ബ്ലഡിൽ ചെക്ക് ചെയ്തു, ചിക്കൻ പോക്സിന്റെ വാക്സിൻ കൊടുത്തു,
സേഫ്റ്റി നോക്കി എഫിക്കസി ഇത് കൊടുക്കുന്നത് കൊണ്ട് ചിക്കൻ പോക്സ് വരാതിരിക്കുമോ എന്നുള്ള ടെസ്റ്റ് നോക്കണം. അപ്പൊ അതിന്റെ ബ്ലഡ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ് 10 പേർക്ക് ഒറ്റ ഡോസ് വാക്സിൻ കൊടുക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്, അവർക്ക് പിന്നെ രണ്ടാമത്തെ ഡോസിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറയാണ് ഓക്കെ, ഒറ്റ ഡോസേ ആവശ്യമുള്ളൂ, എല്ലാവർക്കും ഒറ്റ ഡോസ് കൊടുത്ത് അവസാനിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 90 പേരും റിസ്കിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോസിൽ നിർത്തില്ല, നമ്മൾ ഒരു ഡോസും കൂടി കൊടുക്കും. ആ ഡോസ് കൊടുക്കുന്നതിന് ഗ്യാപ്പ് ഉണ്ടാവും, ചിലർക്ക് 3 മാസത്തിലാവും കൊടുക്കുന്നത്, ചിലർക്ക് 6 മാസത്തിലാവും കൊടുക്കുന്നത്, ചിലർക്ക് 1 കൊല്ലത്തിലാവും കൊടുക്കുന്നത്, അങ്ങനെ പല പല ഇതിലായിരിക്കും കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ട് വരുന്ന വോളണ്ടിയേഴ്സ് ആയിരിക്കും. അവർക്ക് കൺസെന്റോട് കൂടി, നേരത്തെ പറഞ്ഞ പോലെ ഏത് റിസർച്ച് ആണെങ്കിലും കൺസെന്റോട് കൂടി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ചിലർക്ക് മോണിറ്ററി ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ പല സ്കെഡ്യൂൾ നമ്മൾ നോക്കിയിട്ട് കൊടുത്തു. 2 ഡോസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തു. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ 90 ആളുകൾക്കും രണ്ടാമത്തെ ഡോസ് ആയപ്പോൾ ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ആയി. 10% ആളുകൾക്ക് അപ്പോഴും ഒരു കാര്യമില്ല, അവർക്ക് ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഓക്കെ, അപ്പൊ 100 പേർക്ക് വീണ്ടും 3ാമത്തെ ഡോസ് എടുക്കാമെന്ന് പറയില്ല. ഈ 90% ആളുകൾക്കും ഈ 2 ഡോസിൽ തന്നെ ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ആയി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, നമ്മൾ അതിൽ നിർത്തും. മെജോറിറ്റി ഓഫ് ആളുകൾക്ക് അത് കിട്ടും. അപ്പൊ നമ്മൾ സ്കെഡ്യൂൾ തീരുമാനിക്കുന്നത് ചിക്കൻ പോക്സിന്റെ വാക്സിൻ 2 ഡോസ് കൊടുത്താൽ മതി. പക്ഷെ ചിക്കൻ പോക്സ് വാക്സിൻ 1000 പേർക്ക് എടുക്കുമ്പോൾ 100 പേർക്ക് ആ 2 ഡോസ് പോരാണ്ട് വരുന്നുണ്ട്. പക്ഷെ ആ റിസ്ക് എടുക്കുകയാണ് നമ്മൾ. അവർക്ക് പക്ഷെ ചിക്കൻ പോക്സ് വരികയാണെങ്കിലും വളരെ മൈൽഡ് ആയിട്ടേ വരുള്ളൂ, സീരിയസ് ആയിട്ട് പോകില്ല. കാരണം അവർക്ക് എന്താണെങ്കിലും കുറച്ച് ആന്റിബോഡീസ് ഉണ്ടാവും. പക്ഷെ ആ 100ത്തെ 10 പേരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 90 പേരെയും രണ്ടാമത് നമ്മൾ എക്സ്പോസ് ചെയ്യില്ല. അത് 2 എക്സ്ട്രീംസിലുള്ള ആൾക്കാരെ നമ്മൾ വിടും. ആ നടുക്ക് വരുന്ന ആളുകളെ മാക്സിമം എത്ര പേർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരു വാക്സിന്റെ സ്കെഡ്യൂളും ഡോസും ഒക്കെ തീരുമാനിക്കുന്നത്. ഇത് നടക്കുന്നത് phase 2 ട്രയലിലാണ്. അവരുടെയും സേഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ നമ്മൾ എന്താ പറയാ phase 3ലേക്ക് എത്തുന്നത്. phase 3 എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റാൻഡമൈസ് കൺട്രോൾ ട്രയലാണ് നടത്തുക. 1000കണക്കിന് ആളെ റിക്രൂട്ട് ചെയ്യും. അതിൽ ചിലർക്ക് ചിക്കൻ പോക്സ് വാക്സിൻ കൊടുക്കും, ചിലർക്ക് പച്ചവെള്ളമായിരിക്കും കുത്തിവെക്കുന്നത്. എന്നിട്ട് ഈ 2 ഗ്രൂപ്പിന് ആർക്ക പച്ചവെള്ളം ആർക്ക ചിക്കൻ പോക്സ് വാക്സിൻ കിട്ടിയെന്നുള്ളത് കുത്തിവെക്കുന്ന ആൾക്ക്, റിസർച്ച് ചെയ്യുന്ന ആൾക്കും അറിയില്ല, വാക്സിൻ കുത്തുകൊള്ളുന്ന ആൾക്കും അറിയില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഇവരുടെ ടൈറ്റേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ടൈറ്റേഴ്സ് എഴുതി വെച്ച് ഇവർ ഏത് ഗ്രൂപ്പിലാണ് വന്നിരുന്നതെന്ന് നോക്കും. എന്നിട്ട് ഈ വാക്സിൻ കൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ, മറ്റേ എഫിക്കസി ആണ് ഇതിൽ മെയിൻ ആയിട്ട് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ phase 3 ട്രയൽ കഴിഞ്ഞിട്ട് അത് ഒരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ പ്രോസസ്സിൽ കൂടെയും അത് പോകണം. RCT നടത്തി, അതിന്റെ അനാലിസിസ് നടത്തി, അതിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് അത് ജേർണലിലേക്ക് അയച്ചു കൊടുത്ത് ജേർണലിലുള്ളവർ ഈ പറയുന്ന സ്റ്റഡി പ്രോപ്പറായിട്ട് നടത്തിയെന്നൊന്ന് ബോധ്യപ്പെട്ട് അവർ ആ പേപ്പർ പബ്ലിഷ് ചെയ്യും. അപ്പൊ ഈ കോവിഡ് വാക്സിന്റെ ഒക്കെ സമയത്ത് പല സ്ഥലത്തുനിന്നും പൂൾ ചെയ്തിട്ട് ഇവര് സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് വാക്സിൻ കൊടുത്തു തുടങ്ങിയത്. അത് ഇന്ത്യയിലത്തെ ഒരു ബ്രാൻഡിന് phase 3 ട്രയൽ കംപ്ലീറ്റ് ആണേക്കാൾ മുമ്പ് വാക്സിൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. സേഫ്റ്റി phase 1ലും phase 2ലും നോക്കിയിട്ടുണ്ടായിരുന്നു, എഫിക്കസിക്ക് ആവശ്യത്തിന് ഡേറ്റ കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്ന വിവാദം. പക്ഷെ അന്ന് എഫിക്കസി ഡേറ്റയ്ക്ക് വേണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടം കൂടുതലായിട്ടുണ്ടാവും. സേഫ്റ്റി പ്രൊഫൈൽ ചെക്ക് ചെയ്തതാണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ വാക്സിൻ കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ഈ phase 3 ട്രയലും കൂടി കഴിഞ്ഞ് സയന്റിഫിക് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ സാധനത്തിന് മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള ലൈസൻസ് കിട്ടുന്നത്, പബ്ലിക്കിന് കൊടുക്കാനുള്ള അപ്രൂവൽ കിട്ടുന്നത്. ഈ phase 3 ട്രയൽ കംപ്ലീറ്റ് ആവണേക്കാളും മുമ്പ് വന്ന വാക്സിൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ അടുത്ത് കൺസെന്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അത് phase 3 ട്രയലിൽ നിൽക്കുകയാണ്. phase 3 ട്രയൽ കംപ്ലീറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലേ കൺസെന്റ് ഇല്ലാണ്ട് കമേഴ്ഷ്യൽ ബേസിസിൽ അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിയമം വരുന്നത്. ഇനി അതോടുകൂടി അത് നിർത്തിപ്പോകുന്നില്ല. phase 4 ട്രയൽ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ഈ പേഷ്യൻസിനൊക്കെ നമ്മൾ നേരത്തെ കൊഹോട്ട് എന്ന് പറഞ്ഞ പോലെ ഇത് കൊടുത്തു വിട്ട പേഷ്യൻസിനൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അടുത്തൊക്കെ ഇപ്പോഴും ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇതിന് ശേഷം നിങ്ങൾക്ക് കോവിഡ് വന്നോ, വാക്സിൻ എടുത്തോടു കൂടി ഇതായോ, അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഡാറ്റയൊക്കെ ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതേ ട്രയലിന്റെ phase 4 ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു
ഇതിൽ കൂടെ പോയിട്ടാണ് ഓരോ ഡ്രഗ്, നമ്മളിപ്പോ എന്താ പറയാ മിക്സ്ചർ കഴിക്കുന്ന പോലെ കഴിക്കുന്ന പാരസെറ്റമോള് വരെ ഇതുപോലെയുള്ള ഒരു ഫേസിൽ കൂടെ ഒരു കാലത്ത് കടന്നു പോയിട്ടായിരിക്കും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഓരോ ഡ്രഗും ഓരോ വാക്സിനും അങ്ങനെയാണ് വരുന്നത്. അതെ, ഈ പറഞ്ഞ ഫേസ് 4ഉം ഒരു ചെറിയ കാര്യമില്ല. ഇത് ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ ഫാർമക്കോ വിജിലൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് ലാസ്റ്റ് മോഡെന്ന് ഒരാൾ ഡിസൈഡ് ചെയ്യോ സൈഡ് എഫക്ട്സ് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് ഇപ്പം മനസ്സിലായി, അതുകൊണ്ട് നമ്മളിത് ബാൻ ചെയ്യാണ്. അങ്ങനെ ഫേസ് 4ൽ ബാൻ ആയ പല ഡ്രഗ്സും ഉണ്ടല്ലോ. അതെ, അപ്പൊ എല്ലാം സ്ട്രിക്റ്റ് ആണ് മൊത്തത്തിൽ. ഓരോ റിസർച്ചിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് പുറത്തുള്ള ഡ്രഗ്, യുഎസിലുള്ള ഒരു ഡ്രഗ് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ ആ ഡ്രഗിന്റെ ഈ ഫേസുകൾ കഴിഞ്ഞിട്ട് വേണം ഇന്ത്യയിൽ കമേഴ്ഷ്യലി അവൈലബിൾ ആണെങ്കിൽ. അവിടുത്തെ ആൾക്കാർക്ക് അത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. റേഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് വരുമ്പോൾ ഇതിന്റെ സൈഡ് എഫക്ട്സിന് വ്യത്യാസം ഉണ്ടോ, ഇതിന്റെ എഫിക്കസിക്ക് വ്യത്യാസം ഉണ്ടോ എന്നുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഒരു ഫോറിൻ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർ ഇന്ത്യയിൽ ആ സാധനം കമേഴ്ഷ്യലി അവൈലബിൾ ആക്കുന്നതിനേക്കാളും മുമ്പ് അതിന് ഈ പറയുന്ന ഫേസുകളൊക്കെ കടന്നു പോയിട്ട് വേണം ആ സാധനം ഇന്ത്യയിൽ അവൈലബിൾ ആക്കണമെങ്കിൽ. ഇന്ത്യൻ പോപ്പുലേഷനിൽ ടെസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ഈ എല്ലാ ഫേസും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യം, മെഡിക്കൽ ഫീൽഡിന്റെ പ്രവർത്തനം. അതെ, ഇതാണ് ഇപ്പം സയന്റിഫിക് മെത്തഡോളജി നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതെ, ഈ ഒരു ഫേസുകളിൽ കൂടെ കടന്നു പോകാത്തൊരു ഡ്രഗോ ഇതുപോലെയുള്ള റിസർച്ചിൽ എന്താണ് അപ്രൂവൽ കിട്ടാത്ത ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡോ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡോ ഈ സോ കോൾഡ് എവിഡൻസ് ബേസ്ഡ് മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ആക്ച്വലി എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ കുഴപ്പമില്ല, അത് ഇൻഡിവിജ്വൽസിന്റെ കുഴപ്പമാണ്. ദേ ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. അപ്പൊ ഇത്രയും ഈ സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്ത ഇപ്പം ആയുർവേദം, ഹോമിയോപ്പതി ഇങ്ങനത്തെ സാധനങ്ങൾ ചിലപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കൂടി പോകുന്നുണ്ടാവില്ല ആൾക്കാർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ. അതെ, അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ പവർ വേണം, ഇതിന് വോളണ്ടിയേഴ്സ് വേണം, ടൈം വേണം, പിന്നെ ഇതിന് നല്ല ഫണ്ടും വേണം. അപ്പൊ ഇത് അവർക്ക് റിസർച്ച് നടത്താനുള്ള ഫണ്ട് ഒട്ടും അപ്രൂവൽ ആവുന്നില്ല എന്നുള്ളതാണ് ഈ ആയുഷ് ഇവര് പറയുന്നത്. അവര് പറയുന്നത് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്, അപ്പൊ ഇതിന് ഇനി വീണ്ടും ഈ ഒരു സ്ട്രിഞ്ചന്റ് ഇതിൽ കൂടെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു ഓൾട്ടർനേറ്റ് ബ്രാഞ്ച് എന്നുള്ള രീതിയിലല്ല, ഏത് സാധനമാണെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഒരു സയന്റിഫിക് എവിഡൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും സേഫ്റ്റിക്ക് നല്ലത്. അതെ, ചിലപ്പോ അവര് യൂസ് ചെയ്യുന്ന സാധനം ചിലപ്പോ എഫക്റ്റീവ് ആണെങ്കിൽ പോലും നമ്മളത് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലേക്ക് കൂടി പോകണം. അതായത് രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് എഫിക്കസി, ഒന്ന് സേഫ്റ്റി. നമ്മളൊരു ഡ്രഗിന്റെ കാര്യത്തിൽ ആദ്യം അതിന്റെ സേഫ്റ്റി, ഇത് കൊടുക്കുമ്പോൾ ഈ അസുഖം മാറുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയ ഒരു അസുഖം വേറെ അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഫേസ് 1 തന്നെ പോയി. അതുകൊണ്ട് ഗുണമുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഫേസ് 3 പോലും എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാതും കഴിഞ്ഞ് ഈ RCT ട്രയൽ നടത്തി അതിന്റെ പബ്ലിക്കേഷൻ കഴിഞ്ഞ് അതിന്റെ സിസ്റ്റമാറ്റിക് റിവ്യൂ കഴിഞ്ഞിട്ട് വേണം ആക്ച്വലി ഇങ്ങോട്ട്. അതെ, എന്നിട്ട് അതിനുശേഷം നമ്മൾ ലുക്ക് ഔട്ടിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഫോളോ അപ്പ് നോക്കണം. ഫേസ് 4 ട്രയൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യണം. അതിനേക്കാളും നല്ല ഒരു ഡ്രഗ് വരുമ്പോൾ ചിലപ്പോൾ പഴയത് എടുത്ത് മാറ്റിയേക്കും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് ചിലപ്പോ അതിന് പ്രശ്നം എന്നല്ല, അതിന് ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല, എങ്കിലും അതിനേക്കാളും ഡ്രഗ് വരുമ്പോ ഈ സാധനം അതെ, ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് കുറെ സാധനം കണ്ടു. അതായത് ഒബ്സർവേഷണൽ സ്റ്റഡീസ്, നമ്മൾ ഇന്റർവെൻഷൻ ഒന്നും ചെയ്യാത്ത കുറെ സ്റ്റഡീസ് കണ്ടു. സ്റ്റഡീസ് ആദ്യം പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, അതിൽ തന്നെ ആക്ച്വലി കുറച്ചുണ്ട്. കേസ് സ്റ്റഡി, ഒരു കേസ് മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. കേസ് സീരീസ്, കുറച്ചധികം കേസസ് ഇത് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ കേസ് കൺട്രോൾ സ്റ്റഡി,
ഒരു സെറ്റ് കേസുകളും ഒരു സെറ്റ് കൺട്രോളുമായിട്ട് വെച്ചിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ കൊഹോർട്ട് സ്റ്റഡി, അവരെ നമ്മൾ കുറെ കാലത്തേക്ക് വർഷങ്ങളോളം ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒബ്സർവേഷൻ സ്റ്റഡീസ് ആണ്. പിന്നെ അത് കൂടാണ്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ പറഞ്ഞ എക്സ്പെരിമെന്റൽ സ്റ്റഡി അല്ലെങ്കിൽ ഇന്റർവെൻഷൻ സ്റ്റഡിയാണ് നമ്മൾ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറഞ്ഞത്. ഡയഗ്നോസ്റ്റിക് മെത്തേഡുകൾക്കും ഡ്രഗ്സിനും വാക്സിനും ഒക്കെ ഈ പറയുന്ന റാൻഡമൈസ് കൺട്രോൾ ട്രയൽ വഴിയേ ലൈസൻസ് കിട്ടുകയുള്ളൂ. അങ്ങനെ പോകുന്ന എല്ലാ സാധനങ്ങൾക്കും ആദ്യം ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് ഉണ്ട്, ആനിമൽസിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് phase 1 ട്രയൽ ഉണ്ട്, വേർ ദേ ലുക്ക് അറ്റ് സേഫ്റ്റി, വളരെ കുറച്ച് നമ്പേഴ്സിൽ ചെയ്യുന്നത്. പിന്നെ phase 2 ഉണ്ട്, അതിൽ എഫിക്കസിയും നോക്കും സേഫ്റ്റിയും നോക്കും, അതിന്റെ കൂടെ ഡോസേജും സ്കെഡ്യൂളും ഒക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് phase 3 ട്രയൽ, അതിൽ കുറേയും കൂടി ലാർജ് നമ്പേഴ്സിൽ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തി നോക്കും. അതിൽ കൂടുതലായിട്ട് എഫിക്കസിയാണ് നോക്കുന്നത്, കാരണം സേഫ്റ്റി ഓൾറെഡി മുമ്പ് പ്രൂവൺ ആയതുകൊണ്ട്. പക്ഷെ എങ്കിലും സേഫ്റ്റിയുടെ പ്രൊഫൈലും കൂടി നോക്കും. പക്ഷെ phase 1-ലും 2-ലും സേഫ്റ്റി പ്രൂവ് ചെയ്തതിന് ശേഷമേ phase 3-ലേക്ക് ആ ഡ്രഗ് എത്തുള്ളൂ. അത് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ആയിരിക്കും. അത് പിന്നെ പബ്ലിക്കേഷനിൽ വന്ന് അങ്ങനെയുള്ള ഒരുപാട് പബ്ലിക്കേഷൻ എടുത്തിട്ട് അതിന്റെ സിസ്റ്റമാറ്റിക് റിവ്യൂ കഴിയുമ്പോഴാണ് അതിന് ലൈസൻസ് കിട്ടുന്നത്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കമേഴ്ഷ്യലി അവൈലബിൾ ആയി കഴിഞ്ഞാലും അതിന്റെ phase 4 ട്രയൽ, ഈ ഡ്രഗ് അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്കാരുടെ ലോങ് ടേം ഫോളോ അപ്പ് ചെയ്ത് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടോ, അതിന്റെ ബെനിഫിറ്റ്സ് സൈഡ് എഫക്റ്റിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ ഒന്നും കൂടി റീകൺഫേം ചെയ്ത് ഇനി അതിനേക്കാളും വേറൊരു ഡ്രഗ് വരുമ്പോഴാണ് phase 4-ൽ എത്തിയ ഡ്രഗ് ചിലത് വിഡ്രോ ചെയ്തു പോകുന്നത്. മാത്രമല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബയസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ബ്ലൈൻഡിങ്ങും റാൻഡമൈസേഷനും അങ്ങനത്തെ കുറെ ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് പറ്റുന്നത്ര എന്താ പറയാ എറർ ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് മൊത്തം പ്രോസസ്. ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയലിലാണ് നമ്മൾ പറഞ്ഞത് ബയസ്, മുൻവിധികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മാക്സിമം മാച്ചിങ് നോക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞത് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയലിലായിരുന്നു. അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇതാണ് ഇപ്പോഴത്തെ ഏത് സയന്റിഫിക് മെത്തേഡിന്റെയും ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇത് പർട്ടിക്കുലർലി മോഡേൺ മെഡിസിന് മാത്രമല്ല, എവിഡൻസ് ബേസ്ഡ് മെഡിസിന് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, ഏത് സാധനങ്ങൾക്കും ഇതിലും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി വഴിയാണ് ഓരോന്നും പുറത്തു വരേണ്ടത്. അതെല്ലാം ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് വേറെ കാര്യം. ബട്ട് ഇങ്ങനെയാണ് അത് നടക്കേണ്ടത്. ഓക്കെ, അപ്പം കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? ഐ തിങ്ക് ഒരുവിധം എല്ലാം പറഞ്ഞു തീർന്നു തോന്നുന്നു. എന്തെങ്കിലും ഇടയില് സീമൻ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തോന്നിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതർവൈസ് അതെ, ഇൻ എ നട്ട്സെൽ നമ്മൾ ഏകദേശം ഒരു മൊത്തം ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക്. അതെ, അപ്പം ഇനി ആൾക്കാർക്ക് ഇപ്പം എവിടുന്നാണ് ഇപ്പൊ ഒരു ഗുഡ് ക്വാളിറ്റി ജേർണൽ തപ്പിയിട്ടാണ് നമ്മൾ റിസർച്ച് നടക്കേണ്ടത്. അപ്പൊ സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ് ഏറ്റവും എന്താ പറയാ സ്ട്രോങ്സ്റ്റ് എന്ന് പറയേണ്ടത്. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യൂവർ ഒരു സ്റ്റഡി നോക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂ എന്താണ് അവസാനമായിട്ട് ഒരു അനാലിസിസ് കൊടുക്കുന്നത്, അതായിരിക്കും കൂടുതൽ എന്താ പറയാ റെലവെന്റ്. അതില് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ജേർണൽ വായിച്ച് അതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഫീൽഡിലുള്ളവർക്ക് തന്നെ ഭയങ്കര മെനക്കെടുള്ള കാര്യമാണ്. അപ്പൊ ഏറ്റവും നല്ല റെക്കമെൻഡേഷൻ നോക്കുക എന്നുള്ളതാണ്. അതായത് ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ബോഡി അതിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടുവരിക. അപ്പൊ അതില് വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടും. അതില് റൈറ്റ് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളിപ്പോ പേഷ്യൻസിനോട് ഗൂഗിൾ ചെയ്യരുത് എന്ന് പറയരുത്, അവരടുത്ത് ഗൂഗിൾ ചെയ്യാനാണ് പറയുന്നത്. അവരോട് സെർച്ച് ചെയ്യണം, പക്ഷെ ഓത്തന്റിക് സ്ഥലത്തുനിന്ന് വേണം നമുക്ക് ഇൻഫർമേഷൻ എടുക്കാനുള്ളത്. അപ്പൊ അതിൽ 1-2 സൈറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ബ്രിട്ടീഷ് NIH വെബ്സൈറ്റ്, അതിൽ റിസർച്ച് ഒക്കെ കഴിഞ്ഞ് ഇതിൽ ഓൾറെഡി വന്നിട്ടുള്ള സാധനങ്ങളുടെ റെക്കമെൻഡേഷൻ ആണ്. CDC ഗൈഡ് ലൈൻസ്, US FDA ഇതുള്ളത്. അപ്പോ അങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിന്നുള്ള ഗവൺമെന്റ് വെബ്സൈറ്റ്സിൽ നിന്നുള്ള, അതുപോലെ ചില മേയോ ക്ലിനിക്കിന്റെ വെബ്സൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നുള്ള മെഡിക്കൽ വെബ്സൈറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് വെബ്സൈറ്റ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ കളക്ട് ചെയ്യാൻ. കയ്യിൽ കിട്ടുന്നൊക്കെ പറക്കി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ പേരുണ്ടാവും. അപ്പൊ പെറുക്കുന്നത് സോഴ്സ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം കളക്ട് ചെയ്യാൻ. അപ്പൊ യൂഷ്വലി ഇപ്പോ ഞാൻ പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് കൂടുതലായിട്ട് വാക്സിന്റെ എക്സാമ്പിൾസ് പറയുന്നത്, ഈ അഡീഷണൽ വാക്സിൻസ് ഗവൺമെന്റ് എടുക്കുന്ന വാക്സിൻസ് ഒരുവിധം എല്ലാവരും ഇപ്പോൾ എടുത്തു പോകുന്നുണ്ട്.
അഡീഷണൽ വാക്സിൻ എടുക്കണോ വേണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ചിലപ്പോൾ പറയാറുള്ളത്, നിങ്ങൾ വായിച്ചിട്ട് വരാം. CDC-ലോ മറ്റേലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ വാക്സിൻ എന്തിനു കൊടുക്കുന്നു, എന്താണ് അതിന്റെ ബെനിഫിറ്റ്. ചിലപ്പോൾ അതിന്റെ ലീഫ്ലെറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് അവരോട് അത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് എടുക്കാനാണ് പറയാ. പിന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് പലരും ചെയ്യുക. ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും, നീ എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഒരു പ്രശ്നമാണ്. ചിലര് ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പൊ ഉടനെ ഇയാളും എടുക്കുകയാണ്. അപ്പൊ അയാളോട് ചോദിക്കണം, നീ എന്ത് ബേസിസിലാണ് എടുത്തത്, നീ ഇത് വായിച്ചു നോക്കിയിട്ടാണോ എടുത്തത്? അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളെ റിലയബിൾ സോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഫോളോ ദാറ്റ്. അല്ലെങ്കിൽ നമ്മളായിട്ട് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. അതെ, പിന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പം എടുക്കണ്ടെന്നുള്ളൊരു ആഗ്രഹം ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ആ ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്താൽ എന്തായാലും നമുക്കൊരു സ്റ്റഡി കിട്ടും. ഏതെങ്കിലും ഒരു മൂലയിൽ എടുക്കുന്നത് മോശമാണെന്ന് പറയുന്ന ഒരു സ്റ്റഡി, എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റഡി കിട്ടും. അതിന്റെ ബേസിസിൽ എടുക്കാതിരിക്കുന്നത് ശരിയല്ല. നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക, ഈ റെക്കമെൻഡേഷൻസോ ബയസിന്റെ പ്രശ്നമാണ് അത്. നമ്മളപ്പോ നോക്കേണ്ടത് ആ സ്റ്റഡി നടത്തിയത് ആരാണ്, അയാൾക്ക് ബയസ് ഉണ്ടായിരുന്നു, അത് പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയിലാണോ, പിന്നെ ഈ നേരത്തെ പറഞ്ഞ സിസ്റ്റമാറ്റിക് റിവ്യൂവിൽ അത് ഇൻക്ലൂഡഡ് ആണോ, അതിന് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത്, അങ്ങനെ ഒരുപാട് സംഭവം. ഇപ്പൊ നേരത്തെ ബൈക്കിന്റെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ, ബൈക്ക് ഓടിച്ചു പോകുന്നതിൽ ഹെൽമെറ്റ് വെക്കാത്തവർ വണ്ടി ഇടിച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട്, ഹെൽമെറ്റ് വെക്കുന്നവർക്കും ഹെഡ് ഇഞ്ചുറി വരുന്നുണ്ട്. അത് രണ്ട് എക്സ്ട്രീം കേസുകളാണ്. നടുക്കുള്ള മെജോറിറ്റിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് പോകുമ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. ബൈക്കിൽ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ അപകടങ്ങൾ കാരണം പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാതും പ്രോബബിലിറ്റിയാണ്, സാധ്യതകൾ കുറവാണ്. ഉണ്ടാവേ ഇല്ല എന്നുള്ളത് ഒരു കാലത്തും ഒരു സാധനത്തിനും പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. പച്ചവെള്ളം കുറെ കുടിച്ചാൽ പോലും സൈഡ് എഫക്റ്റ് ഉണ്ട്, വാട്ടർ ഇൻടോക്സിക്കേഷൻ വരാം. എന്താണ് പറയാ, ഡോസ് ഇസ് ദ പോയ്സൺ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഏത് സാധനത്തിനും നമുക്ക് വേണോ അതിനുള്ള കുറച്ചെങ്കിലും സാധനങ്ങൾ നമുക്ക് തപ്പിപ്പറക്കി എടുക്കാൻ പറ്റും. എടുക്കുന്ന സോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, അപ്പൊ നമുക്ക് ആ ബയസ് വരാതെ നമ്മൾ നോക്കണം. നമ്മൾ റിസർച്ച് തപ്പുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഔട്ട്കം മനസ്സിൽ വെച്ചിട്ട് റിസർച്ച് തപ്പിയാൽ എന്തായാലും ഒന്നോ രണ്ടോ കിട്ടും. പക്ഷെ നമ്മൾ അതല്ല, നമ്മൾ മെജോറിറ്റിയും സിസ്റ്റമാറ്റിക് റിവ്യൂ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ റിസർച്ച് ചെയ്യാനും നമ്മൾ ഡിസിഷൻ എടുക്കാനും. ഓക്കെ, അപ്പം എനിക്കൊന്ന് ഇത്രയും ഓക്കെ ആണെന്ന് തോന്നുന്നു. തോമസിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടറിന്റെ കൊച്ചിനെ വാക്സിൻ എടുത്തിട്ടുണ്ടോ. അതായിരിക്കും പേഴ്സണൽ എക്സ്പീരിയൻസ്. ക്വാളിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആള് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആള് ഇത്രയും വായിച്ച് ഇത്രയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ആളുടെ കൊച്ചിനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ കൊച്ചിനെ എടുക്കാം. പക്ഷെ അത് ആക്ച്വലി കുറെ പേര് ചോദിക്കാറുള്ളതാണ്. ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ. അതെ, അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി സിമ്പിളർ ആയിട്ട് ആൾക്കാർക്ക് ഇതൊക്കെ ഈ വർക്ക് ചെയ്ത ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കാം. അതെ, എക്സ്പേർട്ട് റിലയബിൾ ആണെങ്കിൽ, ആ ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ. അവിടെ ഒരു എഞ്ചിനീയറോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും എഞ്ചിനീയറിംഗിൽ നടക്കുന്നത്. എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡില് എക്സ്പേർട്സ് കംപ്ലീറ്റ് പുറത്തുള്ളവരാ. വീട് പണിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരാളും ഡോക്ടറോട് ചോദിക്കില്ല, പക്ഷെ മെഡിക്കൽ സംഭവം അപ്പുറത്തെ ആളോട് ചോദിക്കും. പേഴ്സണൽ എക്സ്പീരിയൻസിന് ഒരുപാട് റോളുള്ള സംഭവമാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷെ എക്സ്പെരിമെന്റ് നടത്തുന്നത് നമ്മുടെ ബോഡിയിലും നമ്മുടെ പിള്ളേരുടെ ബോഡിയിലൊക്കെ ആണെന്നുള്ളത് ആൾക്കാർ പലപ്പോഴും വിട്ടുപോകുന്നൊരു സംഭവമാണ്. വീട് ഒരിക്കലല്ലേ പണിയുള്ളതുകൊണ്ട് അത് വളരെ ക്രൂഷ്യലായിട്ട് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് എക്സ്പെർട്സിനോട് മാത്രം ചോദിച്ചിട്ട് ചെയ്യും. ശരീരം അറിഞ്ഞുള്ളൂ, അത് പിന്നെ കിട്ടില്ല എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അതെ, ഓക്കെ. അപ്പം തോമസ് ഇങ്ങനത്തെ കാര്യങ്ങള് പറയാറുണ്ടോ? മീൻസ് എന്തെങ്കിലും പ്ലാറ്റ്ഫോമിൽ വല്ലതും ആക്റ്റീവ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്റ്റീവ് ആണോ? ഞാൻ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിൽ ഒരിടയ്ക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. സ്പൂഫ് വീഡിയോസ് കുറെ ചെയ്തിരുന്നു. ആക്ച്വലി തിരിച്ചുള്ള സംഭവമാണ് ചെയ്തത്. അതായത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. ഇപ്പൊ പഴയ മാധവന്റെ ഒരു
ആഡ് ഉണ്ടായിരുന്നു. പേപ്പർ ചുരുട്ടി കൊടുക്കുമ്പോൾ പിള്ളേരൊക്കെ ആൾക്കാരൊക്കെ ഇത് വായിച്ചു നോക്കും, വിവൃത്തി വായിച്ചു നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഒക്കെ നേരെ തിരിച്ചുള്ള വീഡിയോസ് അന്ന് ആക്ച്വലി കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോ അങ്ങനെ ഒരു മെത്തേഡായിരുന്നു അന്ന് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോ ഒരു കുറച്ച് കാലമൊക്കെ അത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് കൂടുതലായിട്ട് കുട്ടികളുടെ കെയർ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അതില് ബേബി കെയർ വീഡിയോസ് ആണ് കൂടുതലായിട്ട് ഇടുന്നത്. അവരുടെ വാക്സിന്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതല്ലാണ്ട് ബാക്കി പറ്റാവുന്ന പോലെയൊക്കെ സമയം കിട്ടുന്ന പോലെയൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 പ്ലാറ്റ്ഫോം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഇടാം. ഓക്കെ, എന്നാ പിന്നെ ഈ 2 പ്ലാറ്റ്ഫോം ഫോർ അഡീഷണൽ കണ്ടന്റ് വ്യൂവേഴ്സിന് കിട്ടിക്കോട്ടെ. അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഡോക്ടർ തോമസ്, താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. നമുക്ക് പറ്റുമെങ്കിൽ വീണ്ടും കാണാം. ശരി, ഓക്കെ.